എങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ അർജുൻ തിരിച്ചു വന്നു. അപ്പോ നമുക്ക് തുടങ്ങാം. പിന്നെ തുടങ്ങാല്ലേ? തുടങ്ങാം. ഫ്രണ്ട്ഷിപ്പ് ഇന്നത്തെ ടോപ്പിക് അതാണല്ലേ? അതെ. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഇതില് നമ്മുടെ മോശ സമയത്ത് എൻ്റെ മെയിൻ സാധനം എന്ന് വെച്ചാൽ മോശ സമയത്ത് നമ്മുടെ കൂടെ കാണണം. എത്ര വലിയ മോശ സമയമായാലും നമ്മുടെ കൂടെ ഉണ്ടാകാനാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഫ്രണ്ട് എന്ന് പറയുന്നത് അതങ്ങനെ മോശ സമയത്ത് എല്ലാവരും കൂടെ നിന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഇതുവരെയായിട്ട് അങ്ങനെ നിന്നിട്ടില്ല. എന്നെ പറ്റിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ എല്ലാവരും. ഫ്രണ്ട്സ് ആയാലും അല്ലാത്തായാലും, ഫ്രണ്ട്സായിട്ട് കാണുന്ന ചിലവരായാലും ഒരു സമയം കഴിയുമ്പോൾ അവർക്ക് അത് മടുക്കുന്നുള്ളതുകൊണ്ടാണ്, എൻ്റെ ആ പെരുമാറ്റം കൊണ്ടാണ്, എനിക്കറിയത്തില്ല. എല്ലാവരും ഒരേ പിന്നെ എനിക്കത് ഭയങ്കര വിഷമം. പക്ഷേ എൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ എത്ര തവണ പണി കിട്ടിയാലും ഞാൻ വീണ്ടും അതിൽ തന്നെ ഫ്രണ്ട്ഷിപ്പിനെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് കാണിച്ച് വീണ്ടും പണി കിട്ടിക്കൊണ്ടിരിക്കും. അത് ഫ്രണ്ട്ഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് കാണിക്കണം. പക്ഷെ ആ ഒരു രീതിയിൽ നിൽക്കുന്നവരടുത്ത് നമ്മൾ അങ്ങനെ നിന്നാൽ ഓക്കെയാണ്. എല്ലാവരും കണ്ണടച്ച് വയ്യാൻ പറ്റൂല. പക്ഷെ കുറെ കാര്യങ്ങളുണ്ട് ഫ്രണ്ട്ഷിപ്പിൽ തന്നെ. നമ്മളിപ്പം ജസ്റ്റ് ഇപ്പൊ പൈസ കടം കൊടുക്കുന്നതും പൈസ കടം കൊടുത്ത് ശത്രുക്കളാവുന്ന ഫ്രണ്ട്സ് കുറെ പേരുണ്ട്. എന്നുവെച്ചാൽ പൈസ കടം കൊടുത്ത് അത് പിന്നെ തിരിച്ച് മേടിക്കാൻ ചെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് ബാഡായി, അത് കണക്ക് അവർ തിരിച്ച് നിനക്ക് മേടിച്ചതല്ലേ, അവർക്ക് ഈഗോ പ്രശ്നമായി തന്ന് അങ്ങനെ കുറെ ഫ്രണ്ട്ഷിപ്പ് പോയത് കുറെ ഉണ്ട് ഇല്ലേ? അങ്ങനെ കുറെ ഉണ്ട്. നമ്മൾ ഈ ഫണ്ട് കൊടുത്തും എന്ന് പറയുമ്പോ കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും നിക്കത്തില്ല. എനിക്ക് പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. എനിക്ക് അങ്ങനെ അപ്പൊ ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ട് നിന്നാല് അവർക്ക് എന്തോ നമ്മളെ വെച്ചുള്ള ആവശ്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഞാൻ അങ്ങോട്ട് മിണ്ടിയാലും അവരിങ്ങോട്ട് മിണ്ടിയില്ലേലും കുഴപ്പമില്ല. അവർക്ക് ഒരു വിഷമമില്ല. മിണ്ടിയില്ലെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകും. നീ ഫ്രണ്ട്സ് പോയി അല്ലെങ്കിൽ ഫ്രണ്ട്സ് പോയാൽ എനിക്ക് ഭയങ്കര ശോകം, എനിക്ക് ഭയങ്കര വിഷമം, താങ്ങാൻ പറ്റില്ല. അതിപ്പോ സ്വന്തം പെണ്ണ് പോയാലും ഫ്രണ്ട്ഷിപ്പ് പോയാൽ എനിക്ക് അറ്റം വിഷമമാണ്. ഞാനൊക്കെ ഉണ്ടായിരുന്നല്ലേ സംശയമുണ്ടോ? നിന്റെ പേര് എഴുതി വെച്ച് ഭയങ്കര ഇതാണ്. അത് ഇതുവരെയായിട്ട് അത് കൊച്ചിലോട്ട് എനിക്ക് അത് പറ്റത്തില്ല. ഫ്രണ്ട്ഷിപ്പ് പോയാ ഞാൻ പലരെയും ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ വീട്ടില് കുറെ സമയം പലരെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് ഞാൻ അവരെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ പലപ്പോഴും എന്റെ എന്താ പറയാ, എന്റെ ആ സംഭവം ഇല്ലേ എന്തോന്നാണ്, എന്റെ ആ നിലയും വിലയും കളഞ്ഞിട്ട് വരെ ഞാൻ എന്നെ താഴ്ത്തിക്കൊണ്ട് ഞാൻ അവരെ സേഫ് ആക്കി നിന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരും എന്റെ കൂടെ ഇപ്പൊ ഇല്ല. എന്തിനാണ് ഇപ്പൊ കാട്ടിക്കൂട്ടിയെന്ന് വെച്ചാൽ എനിക്ക് അറിയുന്നത്. അങ്ങനെ കുറെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഇപ്പൊ ഈ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു സമയമാകുമ്പം എല്ലാരും പോകും. എന്ന് വെച്ചാൽ നമ്മളല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പം നിന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് നീ എന്നെ വിളിക്കാതിരിക്കുമല്ലോ ഇല്ലേ? ഞാൻ നിന്നെ വിളിച്ചില്ല, അതുകൊണ്ട് നീ എന്നെയും വിളിക്കുന്നില്ല. അവിടെ കൊണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ കൊണ്ട് പോയി. ചിലർക്ക് അങ്ങനെ, പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ല. പക്ഷെ അത് ഒരു കുറെ നാൾക്ക് ശേഷം ഞാൻ അങ്ങോട്ട് വിളിക്കുന്നുള്ളൂ. പിന്നെ എനിക്കൊരു ചിന്ത വരും, ഞാൻ അങ്ങോട്ട് വിളിക്കുന്നതല്ലാതെ, ഞാൻ അങ്ങോട്ട് മിണ്ടുന്നതല്ലാതെ ഇവരൊക്കെ എന്നോടൊന്നും പറയാനായിട്ടൊന്നും ഇല്ല. ഞാൻ ഇരുന്ന് സംസാരിക്കുന്നതല്ലാതെ അവർക്ക് ഇങ്ങോട്ട് സംസാരിക്കാൻ കാണും. അവർ ജസ്റ്റ് മൂളി ഒരു ജസ്റ്റ് ഇതിപ്പോ എന്താ ഇപ്പൊ ഗേൾഫ്രണ്ട് ആയാലും അവർക്കൊരു റീസൺ ഉണ്ട്. വേണ്ട അധികം നാളും പോയാൽ ശരിയാവത്തില്ല, ഒരു റീസൺ. ഫ്രണ്ട്സിന്റെ ഇടയിൽ എന്തോന്നേ അത് എനിക്ക് അറിയത്തില്ല. മെയിലായാലും ഫീമെയിലായാലും അവർക്ക് അത് എന്താണ് ഇങ്ങനെ ഒരു അത് ഈഗോ വരും. എന്ന് വെച്ചാ ഞാൻ ഇപ്പം രക്ഷപ്പെട്ടു, നീ രക്ഷപ്പെട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിനക്കൊരു ഇത് വരില്ല. അവൻ വേറെ രക്ഷപ്പെട്ടു, അവൻ വേറെ രക്ഷപ്പെട്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. പക്ഷെ ചില കൂട്ടുകാരുണ്ട്, ഇപ്പൊ ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്നതിനും കൂടെ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നതിനും കൂടെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കും. അങ്ങനെയുള്ളവരൊക്കെ റെയറാണ്, കൂടുതൽ കുറച്ച് റെയറാണ്. എങ്ങനെ രക്ഷപ്പെടുത്തി ലൈഫിൽ ഇതുവരെയായിട്ട് അങ്ങനെ ഒരു മിറാക്കിൾ സംഭവിച്ചിട്ടില്ല. പണി കിട്ടിയിട്ടേ ഉള്ളൂ. കൊച്ചിലോട്ടുള്ള ഇത് തന്നെ, അത് എനിക്ക് പണിയെ കിട്ടി, ഇതുവരെയും പണി കിട്ടിയിട്ടേ ഉള്ളൂ. കൂടുതലും ഈ ഫ്രണ്ട്സ് നമ്മൾ വിളിച്ചാൽ എടുക്കത്തില്ല. അങ്ങനെ അങ്ങനെയുണ്ട്. എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും വിളിച്ചിങ്ങനെ ഫോൺ വിളിച്ച് വരുമ്പോഴത്തേക്ക് എടുക്കൂല. ഒരു വട്ടം വിളിച്ചെടുക്കൂല, രണ്ടാമത്തെ വട്ടം വിളിച്ചെടുക്കൂല. നിന്നെ വിളിച്ചെടുത്ത് കാര്യം പറയണം, എടാ ഞാൻ ഇന്ന ആവശ്യത്തിരിക്കുക പിന്നെ വിളിക്കാന്ന് പറയണം. ഇല്ല എടാ അതല്ല, അങ്ങനെയുണ്ട്.
നമ്മള് 10-20 കാണും വിളിച്ചായാലും ഈ വിളിച്ച കോൾ എന്തായാലും ഫോൺ എടുക്കാത്ത മനുഷ്യരൊന്നും ഇല്ലല്ലോ. അതിനകത്ത് കിടക്കുമല്ലോ. കണ്ടാലും വിളിക്കാത്ത കുറെ പേരുണ്ട്. നമ്മളെന്തെങ്കിലും അത്യാവശ്യം പറയാൻ, ചിലപ്പോൾ നമ്മുടെ വിഷമം പറയാന്, എന്തെങ്കിലും മോട്ടിവേഷൻ കേൾക്കാന് ക്ലോസ് ഫ്രണ്ട്സിനല്ലേ വിളിക്കുള്ളൂ. എടുക്കാതെ ഇങ്ങനെ വിളിച്ചിട്ട് മെസ്സേജും കാണില്ല, എന്നിട്ട് അവരൊരു സ്ഥിരം ഉണ്ടാകും, അന്ന് വിളിച്ചായിരുന്നു ഞാൻ കണ്ടില്ലായിരുന്നു, അഭിനയിക്കും, നല്ല രീതി അഭിനയിക്കും. അല്ല ഈ നീ വിഷമം വരുമ്പോഴത്തേക്ക് വേറുള്ളവരെ വിളിച്ച് കൂടുതൽ ഇത് അങ്ങനെ ഒരു ഇതാണല്ലോ. അങ്ങനെയാണല്ലോ. ഞാൻ അങ്ങനെയല്ല, ഞാൻ കേട്ടില്ല. ഞാൻ എന്ന് വെച്ചാൽ എനിക്കിപ്പോ വിഷമം വല്ലതും വന്നു കഴിഞ്ഞാൽ ഞാൻ അത് സ്വന്തമായിട്ട് സോൾവ് ചെയ്യാനേ നോക്കും. ഞാൻ വേറൊരാളെ അറിയിച്ച് അങ്ങനെ ഒരു ഇതിലോട്ട് പോകും. ഞാൻ കൂടുതൽ ക്ലോസ് ഫ്രണ്ട്സ് നിന്റെ അടുത്ത് സംസാരിക്കും, എന്റെ അനിയത്തിയുടെ സംസാരിക്കും, അമ്മയുടെ അടുത്ത് സംസാരിക്കും, അമ്മയുടെ കാര്യം, അച്ഛൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ടിരിക്കും. ഇരുന്ന് എന്റെ വിഷമം ഉണ്ടെങ്കിൽ ഞാൻ എന്നെ ഇരുത്തും. 3 പേര് എന്നെ ഇരുത്തി എന്റെ കാര്യം മൊത്തം തിരക്കി. കൂടുതലും കരച്ചിലും വീഴ്ചയിലൊക്കെ ഇരിക്കും. കൂടുതലും വീട്ടില് എനിക്ക് ഞാൻ കരഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിട്ടുള്ള മൊത്തം ഈ ഫ്രണ്ട്ഷിപ്പിന്റെ പേരും പറഞ്ഞു അങ്ങനെ അതൊക്കെ ചെയ്തു ഇങ്ങനെ ചെയ്തു. കൂടുതലും കരച്ചിലും അതൊക്കെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ, കൂടുതൽ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അമ്മ അച്ഛനും അനിയത്തിയും കൂടെ ഓരോ ക്ലാസ് എടുത്ത് എന്നെ ഒന്ന് ഇതാക്കി എടുക്കും, മോട്ടിവേറ്റ് ചെയ്ത് അതൊക്കെ വിടുക, അവരുടെ സ്വഭാവമല്ലല്ലോ നിനക്ക്, അവിടെ നീ അത് പോസിറ്റീവായി ചിന്തിക്ക്, വേറെ ഒന്നും ചിന്തിക്കണ്ട, അങ്ങനെ പറഞ്ഞ് സെറ്റാക്കി എടുക്കും. പക്ഷെ കേട്ടിരിക്കാൻ ഒരാൾ ഉള്ളത് എപ്പോഴും നല്ലത്. നമ്മളെ കേട്ടിരിക്കാൻ ഒരാൾ ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുമല്ലോ. അതിപ്പോ റിലേഷനിലാണെങ്കിലും അതിനൊക്കെ തന്നെ ഒരു വീട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആണെങ്കിലും അത് കേട്ടിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എന്തോ ലാസ്റ്റ് വരെ നല്ല ക്ലോസ് ആണ്, ഭയങ്കര ക്ലോസ് ആയിരുന്നു. എന്തും ഓപ്പണായിട്ട് സംസാരിക്കാൻ മൈൻഡ് സെറ്റ് ആയിരുന്നു. ഇത് അറിയത്തില്ല ഇനിയിപ്പോ ഞാൻ റിലേഷൻഷിപ്പിലായോണ്ടാണോ അതോ പുള്ളിക്കാരി റിലേഷൻഷിപ്പ് ആയതിനു ശേഷമുള്ള മാറ്റമാണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ആ ബോണ്ട് അങ്ങ് പയ്യെ കുറഞ്ഞു അത് ഒന്നും ഇല്ലാതായി. പിന്നെ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ അങ്ങോട്ട് കൂടുതലും സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷെ പുള്ളിക്കാരിക്ക് ഇങ്ങോട്ടൊന്നും എന്തുകൊണ്ടാന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. അങ്ങനെയുള്ളവരെയൊക്കെ ഇതാക്കുന്നതിന് നല്ലത്. ഞാൻ ആവശ്യത്തിനകത്ത് ഇപ്പൊ എല്ലായിടത്തും മിണ്ടുന്നുള്ള ആ ഒരു നിലനിൽപ്പ് മീൻസ് നമ്മള് സെൽഫ് റെസ്പെക്ട് വിട്ടിട്ട് ഇപ്പൊ റിലേഷൻ ആണെങ്കിലും അതാണെങ്കിൽ തന്നെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അതിന്റെ പിറകെ പോലെ സെൽഫ് റെസ്പെക്ട് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിപ്പോ ആരെടുത്തായാലും നമ്മളെ വില കളഞ്ഞ് നിക്കരുത്, കെഞ്ചരുത്, ഒന്നും പാടില്ല. അതാണ് ഒരാളിപ്പം പോയെന്ന് വെച്ച് അവരുടെ അടുത്ത് പോയിട്ട് സംസാരിച്ച് ഇപ്പം നീ തിരിച്ചു വരണം, അല്ലെങ്കിൽ എന്നെ നീ ഫ്രണ്ടായിട്ടെങ്കിലും ഇതാക്കി, അല്ല ഒരു റിലേഷൻഷിപ്പിലാവുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നെ ഒരു ഫ്രണ്ടായിട്ടെങ്കിലും കണ്ട മതി എന്നൊക്കെ പറഞ്ഞൊക്കെ പോകും. അതൊക്കെ നമ്മളെ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം ആ ഒരു ഭയങ്കര നമ്മൾ പിന്നെ ആലോചിക്കുമ്പോൾ നമുക്കത് തോന്നും അങ്ങനെ പോണ്ടായിരുന്നു, തഴം താഴ്ന്നു അങ്ങനെ പോണ്ടായിരുന്നു. കാര്യമില്ല, അത് അവര് പോവേണ്ടത് പോവും. നമ്മൾ എത്ര വിളിച്ചെത്തിയാലും എത്ര കാര്യം അതിപ്പോ നമ്മള് പോയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് ഇപ്പൊ നീ തിരിച്ചു വരുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഹെഡ് വെയിറ്റ് കൂടിയിട്ട് അവര് മറ്റൊരു നമ്മളൊരു അപരിചിതനെ കണക്കായിരിക്കും ആ സമയത്ത് സംസാരിക്കുന്നത്. ഹെഡ് വെയിറ്റ് കൂടുമ്പോഴത്തേക്ക് അവര് ടോട്ടലി ഈഗോ അവരെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് നമ്മൾ സംസാരിക്കും. അതുകൊണ്ട് അതൊരിക്കലും ചെയ്യാൻ പോകരുത്. കളഞ്ഞിട്ട് പോണതിന് വ്യക്തമായ റീസൺ കാണും. അവർക്ക് മടുത്ത് കാണും. റീസൺ ഇല്ലാത്ത കാര്യമാണെങ്കിൽ അവർക്ക് മടുത്ത്, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ കാട്ടിന്ന് വേറൊരാളെ കിട്ടി ആ ആളടുത്ത് പോയി, അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കാൻ മൂവണ്ണാവും. എന്തായാലും പോകേണ്ടവര് പോവാ, പിടിച്ചു നിർത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളെ വില കളഞ്ഞ് വീണ്ടും വരുമ്പോ അവരൊരു വില ഇരുത്തും. അയ്യേ എത്ര തരം താഴ്ന്ന ഒരാളാണ് ഞാൻ, ഇത്രയും പോയി പെക്കപ്പായി എന്നാ നമുക്ക് ലാസ്റ്റ് ഒരു വില തന്നിരിക്കും. ആ ഒരു ഇത് കാണും. അതിപ്പോ കുറെ ആളായും പിന്നീട് നമ്മൾ കെഞ്ചി ചെല്ലുമ്പോ അവർക്കൊരു ഇത് വരും. അവരുടെ മനസ്സിൽ അയ്യേ ഇതെന്താ അവൻ ഇങ്ങനെ ഇത്രയും തരുന്ന എന്റെ അടുത്ത് ഇങ്ങനെ പറയാൻ, ഇത് ആരും ഇങ്ങനെ വന്നിട്ടില്ല, എന്തിനിങ്ങനെ അവന്റെ വില കളയുന്നു, അങ്ങനെ ഒരു തോട്ട് വരും. എങ്ങനെ ഒരു മുഖം അങ്ങ് മാറുക, ഒരു ക്യാരക്ടറെ അങ്ങ് ഉണ്ടായിരുന്ന ആ ബിൽഡ് ചെയ്ത ആ ക്യാരക്ടർ മൊത്തം തകർന്നു പോകും. മാക്സിമം സെൽഫ് റെസ്പെക്ട് കളഞ്ഞ് പോകണ്ട. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴേ നിനക്ക് എപ്പോഴും മെയിലായാലും ഫീമെയിലായാലും ഇത് എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ എനിക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ല. എന്തായാലും ആരെങ്കിലും ഇതിപ്പോ എവിടെ ചെന്നാലും ആരെങ്കിലും ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാനാണ് കുറച്ചുകൂടെ എളുപ്പം. അതിപ്പം ഇന്ന ആള് വേണം വേണ്ട അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോ ഒരു ജോലിക്ക് കയറുമ്പോഴാണെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് ഒരാളോട് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു, നമുക്ക് ഇത്തിരി ചില്ലടിച്ച് നടക്കായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ബോണ്ട് കിട്ടുമല്ലോ. ജോലിക്കാണെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിപ്പോ നമ്മൾ ജോലി സ്ഥലത്തായാലും കോളേജിലായാലും സ്കൂളിലായാലും നമുക്ക്
നമ്മൾ അവിടുത്തെ കാര്യങ്ങളിൽ നിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി കൂടെ ഒരാളുള്ളത് നല്ലതാണ്. ഇപ്പൊ ബോയ്സ് ഗേൾസ് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ബിൽഡ് ചെയ്തതാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ഡൗട്ട് എന്ന് വെച്ചാൽ അവര് അവസാനം സെറ്റ് ആവും. അത് എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് പറയുമ്പോൾ അവരെ മാച്ച് ചിലപ്പോൾ അവർ മാച്ചിങ് ആയിരിക്കും. ബാക്കിയുള്ളവർ കാണുമ്പോൾ അവര് പെർഫെക്റ്റ് ആണ്, കപ്പിൾസ് ആവാൻ ചാൻസ് ഉണ്ട്, അവര് അത്ര സെറ്റ് ആയ നൈസ് ആയിരിക്കും. പക്ഷെ അവരുടെ ഉള്ളിൽ ചിലപ്പോ എങ്ങനെ സെറ്റ് ആവണവരുണ്ട്. കൂടുതൽ ഇത് പറയുന്ന വെച്ചാൽ നമ്മളിങ്ങനെ ബാക്കിയുള്ളവർ പറയുമല്ലോ അവർ രണ്ടുപേരും സെറ്റ് ആയി അല്ലെങ്കിൽ അവർ രണ്ടുപേരും നല്ല ചേർച്ചയാണെന്നൊക്കെ അവരുടെ അടുത്ത് പോയി പറയുമ്പോൾ അവര് മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടാവും. അങ്ങനെയാണ് കൂടുതൽ ഈ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് കൂടുതൽ റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത്. ചിലപ്പോൾ അത് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. കൂടുതലും ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് നിന്നിട്ട് പിന്നെ റിലേഷനിലോട്ടായി കഴിയുമ്പോ അതൊരു ബ്രേക്ക് എന്ന് വെച്ചാൽ രണ്ടുപേർക്കും ചിലപ്പം പരസ്പരം ചിലപ്പോ രണ്ട് ക്യാരക്ടർ ആയിരിക്കും. അത് റിലേഷനിലാവുമ്പോഴായിരിക്കും അവർ കൂടുതൽ അറിയുന്ന. ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ കുറച്ചേ അറിയത്തുള്ളൂ. ഭയങ്കര അത് ശോകമാണ്, തെറ്റിദ്ധരിക്കും, ഭയങ്കര ഇതാണ്. ഞാൻ അങ്ങനെ ആർക്കും മെസ്സേജ് ചെയ്യാറില്ല. സത്യം പറഞ്ഞാൽ ഞാൻ റീല് കണ്ടോണ്ടിരിക്കും, നീ എനിക്ക് റീൽ അയക്കുമല്ലോ, അത് ഞാൻ ചിലപ്പോ കാണത്തോലുമില്ല, ചിലപ്പോ എടുത്ത് വെച്ച് കാണും, ഇല്ലെങ്കിൽ ചിലപ്പോൾ കാണൂല, അവിടെ ഇട്ടേക്ക്. എന്നിട്ട് ഞാൻ റീല് കണ്ടോണ്ട് ഞാൻ എല്ലാവരും റീല് വയ്ക്കും. ഞാൻ അയക്കാൻ തോന്നുന്നതൊക്കെ മെസ്സേജ് അയക്കും. കോണ്ടാക്ട് എല്ലാവരുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഇല്ലാതെ ഇപ്പൊ നമ്മളെ വിട്ട് പോയ ആളായാലും കുറെ എനിക്ക് ചുരുക്കമുള്ള കുറെ പയ്യന്മാരുണ്ട്. ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചുകൂടാ സത്യം പറഞ്ഞു. ഞാൻ അങ്ങ് എടുത്തിട്ട് കാര്യമൊക്കെ പറഞ്ഞ് നമുക്കെന്തിനാ വിഷമം ഉദ്ദേശിച്ചത്, നമുക്കെന്തിനാണ് അങ്ങനെ ഒരു ചിന്തയായിട്ട് വരും. എന്തിനാണ് ഈ ഒരു ജന്മത്തിലെ ഈ ഒരു ബന്ധങ്ങളുള്ളൂ, അതുകൊണ്ട് എന്തിനാണ് ഇനി വെറുപ്പും ദേഷ്യം വെച്ചിട്ട് ഒരു കാര്യമില്ല. ചിലപ്പോ ഈ ആപത്ത് സമയത്ത് നമ്മൾ ഈ മോശക്കാരനായിട്ട് കാണുന്ന ആരെങ്കിലും ആയിരിക്കും നമ്മുടെ ആപത്ത് സമയത്ത് വന്ന് നമ്മളെ സഹായിക്കണം. പറയത്തില്ല എപ്പോഴാണ് ഫോൺ ബ്ലോക്ക് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. ആരാണ് രക്ഷിക്കാൻ വരണം, നമ്മൾ രക്ഷകനായിട്ട് ആര് വരണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അങ്ങനെയൊന്നും ഇപ്പൊ ആദ്യത്തെ ഒരു ദേഷ്യവും ഇതൊക്കെ കാണണമെങ്കിൽ പിറ്റേതാകുമ്പോ പിന്നെ അത് തണുത്ത് പിന്നെ എന്തിനാണ് ഒരു കരട് വരുത്തണം. ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്തപ്പോൾ അവരെ സ്വഭാവം അങ്ങനെ ആയിപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മിണ്ടും. എനിക്ക് അതിലൊരു വിഷമമൊന്നും തോന്നാറില്ല. ഇങ്ങോട്ട് മിണ്ടണില്ലെങ്കിൽ മിണ്ടണ്ട, അവർക്ക് താല്പര്യമില്ലാതെ അത്രേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് മിണ്ടും. എന്താണ് നല്ല അഭിപ്രായമാണ്. വൺ സൈഡിൽ പോകണം എപ്പോഴും നല്ലത്. സത്യം. ഒരു വിഷമമില്ല, പരാതിയില്ല, ഒരു വിഷമമില്ല, പരാതി വിഷമമുണ്ട് വീട്ടിൽ വന്നിട്ട് വിഷം വരും. മറ്റേ ഇതിൽ പരാതിയില്ല, പറഞ്ഞ പരാതിയില്ല, സമാധാനമുണ്ട്. സ്നേഹം കൊടുത്താൽ മാത്രം സ്നേഹം കൊടുക്കൂല്ല. നമ്മൾ വെറുതെ നോക്കിയ ഫീലിംഗ് ആവേണ്. സത്യം കണ്ണൊക്കെ കണ്ട ഒപ്പം വീഴും. ഉണ്ടായിരുന്നാ പിന്നെ അപ്പൊ വരട്ടെ കഥകൾ വരട്ടെ. അതൊക്കെ കൈ തടവുന്നെന്തായിരുന്നു എല്ലാരൊക്കെ അറിയാം. പുള്ളിക്കാരി കണ്ടാലും എന്താണ് എനിക്കുണ്ടായ അനുഭവം അവർക്കൊന്നും തോന്നുന്നു. പഴയ കാലത്ത് എനിക്കുണ്ടായ ആ ഫീലിങ്സ്. അതെ പറ കേക്കട്ടെ. എന്താണ് 8 കഴിഞ്ഞ് 9 ഇതാകുമ്പോ നമ്മള് സാധാരണ എന്താണ് നമ്മളെ ക്രൂരമായ ടീച്ചേഴ്സ് കാണരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരിക്കുമല്ലോ പോണം. മാത്സ് അങ്ങനെ കുറെ പേര് സാറേ കുഴപ്പമില്ലായിരുന്നു വെച്ചാൽ എന്നെയൊക്കെ അടുത്ത് ഉടുക്കുമല്ലോ. അടി കിട്ടിട്ട് സംസാരിച്ച് അങ്ങ് ഇതാക്കി കളയും, നശിപ്പിച്ചോളൂ. ഞാനും തിരിച്ചു പറയും. പക്ഷെ അങ്ങേരെ എന്റെ മാർക്ക് പറഞ്ഞങ്ങ് ഫ്ലോപ്പ് ആക്കി കളയും. മാർക്കിലങ്ങ് അടിച്ചു ഇങ്ങനെ ആവും, ഡൗൺ ആവും. നമുക്ക് എല്ലാവരും നല്ല സാറന്മാരായിരിക്കണേന്ന്. 9 ഭയങ്കര ടഫ് അല്ലായിരുന്നു. ഒന്നാമത് ആവറേജ് സ്റ്റുഡന്റ് ആണ്. ഈ മൻസൂർ സാറ് ഞാൻ ഭയങ്കര ഇത് മ്യൂസിക്കിലൊക്കെ ഭയങ്കര കിടിലോണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പൊക്കി വെച്ചു. അപ്പൊ പഠിക്കുകയും ചെയ്യും, നല്ല കിടിലോണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ടെസ്റ്റ് പേപ്പറിന് 100-ന് 10 പേപ്പറും കൊണ്ട് വന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അർജു. അപ്പുറത്തൊരു പൂജ അങ്ങനെ അതൊക്കെ അതിന് ശേഷമാണ്. മുമ്പ് അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ്സിൽ കയറും. അപ്പം ബാക്കിൽ നിന്ന് പയ്യന്മാരെ പറഞ്ഞു നമ്മളെ ക്ലാസ്സിൽ 4 ന്യൂ ഗേൾസ് വരുന്നുണ്ട്, പുതിയ പിള്ളേര് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ആകാംക്ഷയാണ് കാണാൻ. ഞാൻ ഒന്നും വിചാരിച്ചില്ല ഞാൻ എങ്ങനെയാ നടന്നു വരും. അപ്പൊ അയ്യോ അതെങ്ങനെ ഞാൻ പറയും. നമ്മള് സിനിമ കാണൂലേ, സിനിമ ഫസ്റ്റ് ഗേള് നമ്മള് കാണുമ്പോ ആദ്യം നമ്മൾ തന്നെ കാണും. ഫസ്റ്റ് ബെഞ്ചില് അവള് തന്നെ, ഞാൻ തന്നെ ഫസ്റ്റ് കാണുന്നത്. നീ ഏത് ബെഞ്ചിലായിരുന്ന സമയത്ത്? ബെഞ്ചിലല്ല, നമ്മള് നടന്നു ഓൾറെഡി അവരെ കൊണ്ട് ഇരുത്തി അങ്ങനെ കയറിയപ്പം അവന്റെ ബട്ടർഫ്ലൈ പറക്കും പോലെ ഞാൻ കിടിലൻ ഡ്രസ്സും
പീകോക്കിന്റെ ബാഗ് ഒക്കെ വെച്ചാണ് പോയത്. ഓ പീകോക്ക് ബ്രാൻഡ് അറിയാലോ, അതാ പുതിയ ബാഗ്, ഡ്രസ് അതൊക്കെ വെച്ച് പോയി. പോവേണ് ഇങ്ങനെ കൊറേ. പിന്നെ എല്ലാരും ക്ലാസ്സിൽ ഇരുത്തി. ഇത് നമ്മൾ ക്ലാസ് ടീച്ചർ ആരായിരുന്നു, ചരുവോ അങ്ങനെ ഏതോ ഹിന്ദി ടീച്ചർ. എന്തൊക്കെ പേരടാ. ചരുവോ ചരുവാണ്. ഉരുളി 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 ചരുവല്ല ഉരുളി. ചരുവ ഇംഗ്ലീഷ് ടീച്ചറാണ്, ഇപ്പോഴും അവിടെ ഉണ്ട്. അവര് കേക്കട്ടെ. അയ്യോ അങ്ങനെ ഉരുളി ഉരുളി മുരളി എന്നങ്ങനെ ഹസ്ബൻഡിന്റെ പേര്, അപ്പൊ ഉരുളിയായി. അങ്ങനെ ഞാൻ കണ്ടിട്ട് പേര് അങ്ങനെയാണ് പേര് വീണത്. പേരിടാറില്ല പണ്ടേ മിടുക്കന്മാരാണല്ലോ. കൊറേ അങ്ങനെ എന്തൊരു കടുവേ സിംഹോ അങ്ങനെ എന്തൊക്കെയോ സുനിൽ എന്ന് പറഞ്ഞ കൊറേ സുനിലുണ്ട്. വെട്ടു സുനി, കടുവ സുനി, ഇവിടെ എവിടെ വെട്ടുള്ളോ വെട്ടു സുനി, മുണ്ട് സുനി, മുണ്ട് എപ്പോഴും മുണ്ട്. അങ്ങനെ കിള്ളായിട്ട് പഠിപ്പിക്കും മലയാളം. ഇങ്ങനെ കിള്ളായിട്ട് പഠിപ്പിക്കുന്ന ആറഞ്ഞ് പഠിക്കുകയും അതുകൊണ്ട് മുണ്ട് മുണ്ട് സുനി എപ്പോഴും മുണ്ടുണ്ട്. ഇങ്ങനെ സ്പീഡിനാണ് വരണത്. തുടങ്ങാലോ തുടങ്ങി ഇതാ ഇത് ഈ കഥയിലോട്ട് പറയുമ്പോ സ്കൂൾ പഠനവും കൂടെ പറയാം. നമ്മള് ബെഞ്ചിലിരുന്ന് എല്ലാരും അവള് ഭയങ്കര അപ്പൊ ഭയങ്കര പീക്ക് ലെവൽ ലുക്കായിരുന്നു. എല്ലാമാരും നോക്കുമല്ലോ. എല്ലാരും നോക്കിയ കാരണടാ നീ അറിയാത്ത എനിക്കറിഞ്ഞൂടാ. എനിക്കത് ഒരു എന്തോ തോന്നിയതേ ഉള്ളൂ. ഡേ ബൈ ഡേ കാണുന്നു, അങ്ങനെ ഒക്കെ ചോദിക്കുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോറ് കഴിച്ചിട്ടൊക്കെ ഇടയ്ക്ക് അവിടെ വിളി കഴിക്കുമ്പോൾ എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ജസ്റ്റ് അങ്ങോട്ട് മിണ്ടൊക്കെ ഉള്ളു. നീ ഇപ്പോഴും അങ്ങനെയാണല്ലോ. അങ്ങോട്ട് മിണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് സംസാരിച്ചതൊന്നുമില്ല. അങ്ങനെ മിണ്ടി എന്തോ ജസ്റ്റ് ഊക്കേം കണ്ട ചെയ്ത്. ഫസ്റ്റില് അങ്ങനെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഒരാളെ കളിയാക്കിട്ട് ചിരിക്കാം അല്ലേ, നിന്റെ സ്വഭാവമാണ് അഴുക്ക സ്വഭാവം. ഫസ്റ്റില് ഞാനാണ് മിണ്ടിയെന്ന്. എന്റെ അടുത്ത് പ്രത്യേകിച്ച് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്റെ അടുത്ത്. എന്നെ അങ്ങനെ ഒന്നും പറയാറില്ലായിരുന്നു. ബാക്കിയുള്ള അടുത്തൊക്കെ എതിർത്ത് നിന്നാലും എന്റെ അടുത്തൊന്നും അങ്ങനെ പറയാറില്ല. അതൊക്കെ വെച്ചാണ് ഇഷ്ടം അടിച്ചത് ആയിരിക്കും. പിന്നെ റീസൺ അങ്ങനെ പോവായിരുന്നു. അപ്പം എന്റെ കൂട്ടുകാരെ പിന്നെ ആരെയും മതിയല്ലോ, ഇവൻ ജസ്റ്റ് ഒന്ന് കോഴയടിക്കാൻ വേണ്ടി പോയായിരുന്നു. അപ്പൊ കേട്ടാ കിട്ടും എന്റെ ജസ്റ്റ് കോഴയടിക്കാൻ. അപ്പൊ അവളുടെ ആറ്റിറ്റ്യൂഡ് അവന് ഇഷ്ടപ്പെടാതെ എന്തോ എല്ലാം അറിയണോ അങ്ങനെ എന്തോ കണ്ടോ ചോദിച്ചു. അവള് ചോദിച്ചാ വീട് എവിടെയാണെന്ന് ചോദിച്ചു. അങ്ങനെ ഡീറ്റെയിൽസ് കഴിയപ്പോ ഇവളെന്തോ ചോദിച്ചു, എല്ലാം അറിയണോന്ന് ചോദിച്ചു. അതോടെ തീർന്നല്ലേ. കോഴിയടിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ ഇഷ്ടല്ല, എനിക്കങ്ങനെ അത്ര ഇഷ്ടല്ല. പിന്നെ അവൻ ഇഷ്ടമല്ല. പിന്നെ അവൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഞാൻ വെറുതെ ഇരിക്കുമ്പോ ക്ലാസ്സിൽ ഇരുന്ന് ഇങ്ങനെ പേപ്പർ എറിയേക്കാം. എല്ലാരും പേപ്പർ അത് പണ്ട് അങ്ങനെയാണ്. റബ്ബർ പേപ്പർ ജസ്റ്റ് പേപ്പർ ഞാൻ ഇങ്ങനെ വെറുതെ എറിഞ്ഞതാണ്. എനിക്ക് അപ്പോഴൊന്നും ആയില്ല. ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ എറിയുമായിരുന്നു. വേറെ നമ്മുടെ ക്ലാസ്സിലെ വേറെ പയ്യൻ, നീ എപ്പോഴും പുള്ളിക്കാരിയെ തന്നെയല്ലേ എറിയണമെന്ന് പിടിച്ച് ഞാൻ സ്റ്റക്കായി. ഇങ്ങനെ കൈ വെച്ചല്ലേ പുള്ളിക്കാരി പോവുകയും ചെയ്തു. ഞാൻ ഇങ്ങനെ സ്റ്റക്കായി. എപ്പ വരുമാതിരി ഇത് തുടങ്ങി. വെപ്രാളം പിന്നൊന്നും കണക്കം ഇല്ലാത്ത പാട്ടുകൾ. നമ്മൾ പെണ്ണെ കാണുമ്പോ പാട്ട് ഓരോരോ പാട്ട് വരുന്നത് അവളെ കാണാൻ വേണ്ടി മാത്രം സ്കൂളിൽ വരുന്നു. ഞാൻ സ്കൂളിൽ പോകില്ല, വളരെ കുറവാണ്. എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ മാക്സിമം സ്കൂളിൽ പോയാൽ കള്ള അടിച്ച് കിട്ടി. ഈ 9 ഓണം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം. ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ ശേഷവും ഈ സംഭവം പാതി വെച്ച് ഞാൻ പിന്നെ തുടങ്ങി. പാതി വെച്ചാണ് എനിക്ക് ഈ സംഭവമൊക്കെ ആയി തുടങ്ങിയത്. എനിക്ക് ഇതുവരെയായിട്ട് അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ട്. കണ്ടപ്പോഴേ നിനക്ക് മനസ്സിൽ ബട്ടർഫ്ലൈ ആയി. അതങ്ങനെ ആയി. പിന്നെ ഡേ ബൈ ഡേ എന്നും വരും. ഞാൻ പിന്നെ മര്യാദയ്ക്ക് ഡ്രസ്സൊക്കെ ഇട്ട് തുടങ്ങി. തലയൊക്കെ കൊതി പൗഡറൊക്കെ വൃത്തിയായിട്ട് വരുന്നു. അഴുക്ക സംസാരം മാറ്റി നോർമലായി. പിന്നെ ക്ലാസ്സിൽ ഇത്തിരി ഗായകനെന്നുള്ള പട്ടമുള്ളത് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ പഠിക്കുകയില്ല, ഒന്നും ചെയ്യില്ല. പാട്ടിന്റെ ബലത്തിൽ അവിടെ ആ ക്ലാസ്സിൽ വന്ന ടീച്ചർമാര് ആര് പാട്ട് പാടുമെന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ തിരിഞ്ഞു അറിഞ്ഞു. അപ്പൊ ഞാൻ എന്തെങ്കിലും തൊണ്ടവായി സീരിയസ് ഡയലോഗ് തൊണ്ടവായി എല്ലാ പാട്ട് പാടുന്നവന്മാരും തന്നെ അറിയാം. പെൺപിള്ളേരാണെങ്കിലും പാട്ട് തൊണ്ട കോൾഡ് ഇങ്ങനെ ശ്രമിക്കാന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അതൊക്കെ മാറ്റി തുടങ്ങി. പിന്നെ ഹിന്ദി പാട്ട് ഫേവറേറ്റ് സോങ് ഒക്കെ പാടി ക്ലാസ്സിൽ
ആയി പാടി വീഴ്ത്തി. വീഴ്ത്തിയൊന്നുമില്ല. പിന്നെ ഈ 9ൽ അങ്ങനെ നോട്ടങ്ങൾ വളരെ കുറവായിരുന്നു, തയ്യാറായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ ക്ലാസ്സിലെ സംഭവ വികാസങ്ങളും കാര്യങ്ങളും പഠിത്തമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നോട്ടം മാത്രമല്ല. അങ്ങനെ അങ്ങനെ പോയിപ്പോയാണ് പിന്നെ 10 കഴിഞ്ഞപ്പോഴാണ് എന്റെ 10 കഴിഞ്ഞപ്പോ ഞാൻ തൊട്ടടുത്തുള്ള പുള്ളിക്കാരി പോണ അതേ ട്യൂഷൻ തന്നെ ഞാൻ പോയി അഡ്മിഷൻ എടുത്തു. ഇതേതോ സിനിമയുടെ കഥയൊക്കെ ആണല്ലോ. എടുത്തപ്പോ ഫസ്റ്റ് തന്നെ കാണുമ്പോ അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമായി. പിന്നെ ട്യൂട്ടോറിയൽ ഓരോ സംഭവം എന്നെ ബാക്കി എല്ലാരും ചോദ്യം ചോദിച്ച് പിടിച്ചിരുത്തി. അതാണ് ഞാൻ ആ പുള്ളിക്കാരി മാത്രം ഇങ്ങനെ നിൽക്കുന്നത്. ഇതൊക്കെ സിനിമയെ കാണുമ്പോഴത്തെ ചോദ്യം ചോദിച്ച് എല്ലാരും ഇരുന്ന്. പിന്നെ ട്യൂഷനിൽ പോകുമ്പോ അവളും പഠിക്കില്ലായിരുന്നു. പഠിക്കും. അന്നെന്തോ പഠിപ്പിച്ചു തന്നെ. അന്നെന്തോ ഹിന്ദി എന്തോ ചോദ്യം ചോദിച്ച് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു എന്റെ എന്തൊരു ചോദിച്ചാലും അറിഞ്ഞൂടല്ല. അറിഞ്ഞൂടാ എന്ന് പറയുമ്പോ ഫസ്റ്റ് ഡേ എല്ലാരും അറിഞ്ഞു പഠിക്കണ സാറ്. എന്റെ കരുണമായ നോട്ടങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്തു. 2 എണ്ണം ബാക്കി 2 പേരുണ്ടായതാണ്. ഇവർ 2 പേരും മാത്രമായിട്ട് അടിക്കത്തില്ലല്ലോ. അതെ അങ്ങനെ ഇവരെ ഞാൻ അടി വാങ്ങിച്ചിട്ടില്ല. ബാക്കി എല്ലാരും അടിച്ചു പൊടിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ട്യൂട്ടോറിയൽ പോകുമ്പോ വെക്കേഷൻ ടൈം അല്ലേ, അങ്ങനെ ട്യൂട്ടോറിയൽ പോകുമ്പോ പുള്ളിക്കാരി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ നേരത്തെ നടന്നു വരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബാക്കിലോട്ട് നോക്കാം. അപ്പൊ വരുന്നുണ്ടോ അപ്പൊ പയ്യെ സ്ലോ ആക്കാം കൂടെ. എന്നിട്ട് ഒരിക്കൽ കൂടെ നടന്നു വന്ന് ഒരു പരസ്പര ബന്ധമില്ലാത്ത ചോദിക്കണം, ഇന്ന് ആരൊക്കെ ക്ലാസ്? തിരിച്ചു പോകല്ല, ട്യൂട്ടോറിയലോട്ട് ആരാ ക്ലാസ് സീൻ തന്നെ. ഒന്നും മിണ്ടല്ലേ, വായി തോന്നിയ ഒന്നാമത് വിറയില് എന്തെങ്കിലും അലച്ചോണ്ടിരിക്കണല്ലേ, പേടി കാണിക്കാതിരിക്കാൻ വേണ്ടി. എനിക്ക് സ്ഥലമൊക്കെ അറിയാം. ഇനി ആരെങ്കിലും 9 പാതിയൊക്കെ ആയപ്പോഴേ തന്നെ ഇവിടെയുള്ള സ്ഥലം എനിക്കറിയാം. ഞാൻ ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ സൂം ചെയ്ത് ആ ലൊക്കേഷൻ അത് ഏകദേശം എനിക്കറിയാം. വഴിയെല്ലാം പഠിച്ചു. അങ്ങനെ ഞാൻ ചുമ്മാ ചെയ്യുമ്പോ വീട് എവിടെ, സ്ഥലം എവിടെ, കറക്റ്റ് എവിടെ, എന്തൊക്കെ ചെയ്യും. ശരി അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഈ ഒരു സംസാരം ഉണ്ടായിരുന്നുള്ളൂ. ട്യൂട്ടോറിയൽ കഴിഞ്ഞ് ഞാൻ ട്യൂട്ടോറിയൽ പഠിത്തം നിർത്തി എന്ന് പറയുമ്പോ അവിടെ എക്സാം തുടങ്ങി, അടി തുടങ്ങി ഞാൻ നിർത്തി വെക്കും. പേടി പേപ്പറൊക്കെ കൊടുത്തെന്നൊക്കെ പറയുന്നത്. പേപ്പർ കൊടുത്ത ഇതൊക്കെ 8ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ ഓണം വരെ പോയുള്ളൂ. ഓണത്തിന് എക്സാം എഴുതി നിർത്തുകയും ചെയ്തു. എന്തിനാ ട്യൂഷൻ പോണ? 10ലും അതാണൊക്കെ തന്നെ. എനിക്ക് പോകാൻ വയ്യാന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭയങ്കര ബോറാ. പിന്നെ അടി കിട്ടാത്ത ട്യൂഷൻ സെന്റർ ഉണ്ട്, അവിടെ കൊണ്ടുപോയി കുറച്ചാൾ അവിടെ പോയിരുന്നു. എന്നെ ഇതാണെങ്കിൽ സ്പെഷ്യൽ ട്യൂഷൻ ഇട്ടിട്ടുണ്ട്. അതും പ്ലസ് 1 പ്ലസ് 2 കണ്ട ഞാൻ പോയി. അങ്ങേര് പഠിപ്പിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ പറയുന്ന അങ്ങേർക്കും മനസ്സിലാവുന്നില്ല. അവസാനം പിന്നെ തർക്കിച്ച് അമ്മ പറഞ്ഞു, അമ്മയുടെ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, ഞാൻ നിർത്താൻ പോണു, വയ്യ, എനിക്ക് പഴയ വെച്ചിട്ടൊന്നും മനസ്സിലാവും. വെറുതെ പൈസ കൊണ്ട് കളയണോ അങ്ങനെ ചോദിച്ചു. അപ്പൊ വേണ്ട, പൈസ കൊണ്ട് കളയണ്ടെന്നായി. അങ്ങനെ കൊണ്ട് നിർത്തിയത്. ഞാൻ അവിടെ പഠിച്ച് അവിടെ പഠിച്ചതും കുറെ കോണ്ടാക്ട്സുകൾ ഒപ്പിച്ചു, ടീച്ചർമാരായിട്ട് കമ്പനി അങ്ങനെ. പിന്നെ അങ്ങനെയാണ്. സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് ഒരു ട്യൂഷൻ. അവിടെ കുറച്ച് പേരേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് പേരുള്ളതുകൊണ്ട് ആ ടീച്ചറിനെ തന്നെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുക. അത് കുറച്ചാൾ അങ്ങനെ പോയി. പിന്നെയാണ് ഫസ്റ്റ് സ്കൂള് തുറവ്. 10ല് സ്കൂൾ തുറവ്. വീണ്ടും ഒരേ ക്ലാസ്സിലാണ്. ബോയ്സ് സെക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് പറയുമ്പോഴേ നമ്മള് ഇപ്പുറത്ത് ഗേൾസ് സെക്ഷനില് കറന്റ് ഗേൾസ് സെക്ഷന്റെ സ്ഥലത്താണ് ബോയ്സ് സെക്ഷൻ ഇരിക്കാനുള്ളത്. ഇപ്പുറത്തെ ഗേൾസിന്റെ ടോയ്ലറ്റ് അവിടെ പോയി. അതുകൊണ്ട് തൊട്ട ജന്നലൊക്കെ ഉണ്ട്. അപ്പുറത്തെ ബിൽഡിങ്ങും പണിയാനുണ്ട്, അവിടെ മറവില്ല. അതുകൊണ്ട് ബോയ്സ് ഇരിക്കുന്ന സ്ഥലം ഗേൾസിന്റെ ടോയ്ലറ്റ് ആയി. അതുകൊണ്ട് അവിടെ നിന്നും നൈസമായി എന്തോ എല്ലാം എണീച്ചപ്പുറത്തോട്ട് ഗേൾസിനെ അപ്പുറത്തായി. ഓട്ടം നീ ആലോചിക്കണം. അവിടെ കുറെ നേരം ഇരിക്കുന്നു. ഞാൻ ഇപ്പൊ ഇട സൈഡ് കുറച്ച് ബാക്കിൽ, പുള്ളി കയറി ഫ്രണ്ടിലത്തെ വല സൈഡില്. എന്തായാലും എന്തിനാണ് ഒരു അവളെ പുള്ളിക്കാരെ കൂട്ടായിട്ട് സംസാരിക്കുമ്പോ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. നിന്നെ തിരിഞ്ഞു നോക്കുന്നു, ഐ കോണ്ടാക്ട് നോക്കുന്നു. എന്തിനാണ് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ച് നോക്കുന്നുണ്ടാന്നൊക്കെ ചോദിച്ച്. അപ്പൊ ഞാൻ പൊന്നാളിയെ നീ വേറെ ആരും പറഞ്ഞു, വേറെ ആളറിഞ്ഞ ഞാൻ അടിച്ചു കൊല്ലും. ആരും അറിഞ്ഞൂടാ. ആദ്യമായിട്ട് ഞാൻ പറയണ എന്റെ അടുത്താണ്. പുള്ളിക്കാരനോട് പറഞ്ഞു, അവൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇല്ല പറയില്ല.
നൈസ് എങ്ങനെ നോക്കിയ അങ്ങനെ പറയുന്നമാരെ ഒന്ന് വിശ്വസിക്കരുത്. നോക്കുന്നുണ്ടായിരുന്നു എനിക്കറിയാം, പക്ഷെ അല്ല അങ്ങനെ അങ്ങനെ പക്ഷെ ഞാൻ നോക്കാതിരിക്കുമ്പോ എന്നെ നോക്കുന്നുണ്ടാന്ന് അല്ല, ഇപ്പൊ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞ് പറയില്ലെന്ന് പറയുന്നത് അവൻ പറയും. അങ്ങനെ പറയും. അങ്ങനെ അത് നോക്കുന്നുണ്ടെന്ന് എനിക്ക് നെഞ്ചിലൊരു അന്ന് എന്താ കാലഘട്ടം എന്ന് പറയുമ്പോ ടെൻഷൻ ഇല്ല, പഠിച്ചാൽ മാത്രം മതി. പൈസക്കൊന്നും ദാരിദ്ര്യമില്ലെന്ന് തോന്നുന്നു. ഫുഡടി ഞാൻ ചില്ലായിട്ട് അന്നും ഗൾഫിൽ നിന്നുള്ള കറൻസി ഇങ്ങനെ വന്നോണ്ട് ഗൾഫ് മണി എന്ന് പറയുമ്പോ മാസം 50-70 വന്നോണ്ടിരിക്കണത് ഗൾഫ് പൈസ. ഇങ്ങനെയായിരുന്നു. അമ്മ പൈസ എടുക്കാനായിട്ട് ബാങ്കിൽ പോകുമ്പോ അന്ന് ബിരിയാണി, ഷവായി, ഡ്രസ് എടുക്കും. എനിക്ക് പണ്ട് അമ്മ മേടിച്ചോണ്ടിരുന്ന ബൂസ്റ്റാണ്. ബൂസ്റ്റ് മേടിച്ചോണ്ട് അമ്മ ഇങ്ങനെ കൊണ്ടുവരും. മറ്റേ കുപ്പിയൊക്കെ പറഞ്ഞോണ്ടിരുന്ന ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇതായിരിക്കും കേട്ടാ, കണ്ടാടാ തീർക്കരുത് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചേക്കും. കുറെ സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് വരും. ക്ലാസ് ഡേ ബൈ ഡേ. പിന്നെ എന്താ തലേ ദിവസത്തെ ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ പാടല്ലായിരുന്നു. അപ്പൊ നേരത്തെ വന്നിട്ടിരുന്നേ ചെയ്യും. ഞാൻ വേറെ കൂട്ടുകാരന്റെ നോട്ടിൽ നിന്ന് എഴുതണം. അവക്കും എഴുതണോ കൊറേ നേരം അവള് എവിടെ ഇരുന്ന് കേട്ടാ. അവള് എഴുതിയില്ലായിരുന്നു. ഇല്ല, എഴുതിയില്ലായിരുന്നു. ക്ലാസ്സിന് അറ്റത്തായിരുന്നേ. ഇങ്ങനെ നിന്ന് എഴുതണം. സിഗ്മയല്ലേ ബോയ്സ് തോന്നും. നിക്കണ്ട ഇരുന്നോ, ഞാൻ നീങ്ങി കൊടുത്തു. നീ ആരെങ്കിലും ക്ലാസ്സിൽ ആരും അങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ടില്ല. പിന്നീട് ആയപ്പോ അങ്ങനെ ആയി. എന്റെ അടുത്തിരുന്നു. ഇപ്പോഴും ആ കുളിര് മാറിയിട്ടില്ലല്ലോ. ഇല്ല. അത് ഈ പെൺപിള്ളേരൊക്കെ ആ ഫസ്റ്റ് ഒരു ക്രഷ് മറക്കാൻ പറ്റില്ല. അത് ആർക്കും മറക്കാൻ പറ്റില്ല. അങ്ങനെ അതെടുത്തിരുന്ന് ഇങ്ങോട്ടൊക്കെ. അപ്പൊ വേറെ പയ്യൻ വന്ന് നീ ചുമ്മാ സംസാരിച്ചാ, നീ ബോയ്സ് സെക്ഷനിൽ വന്നിരിക്കണേ. എണീച്ചു. അപ്പോഴേ നിനക്ക് ദേഷ്യം വന്നു. അവനെ അടിയാന്ന്. അവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഇത് നാട്ടുകാരും അറിയാതിരിക്കാൻ നോക്കണം. പിന്നെ ഞാൻ എല്ലായിടത്തും അറിഞ്ഞു തുടങ്ങി ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അത് മറ്റവനായിരിക്കും പറഞ്ഞത്. മറ്റല്ല ഞാൻ തന്നെ പറഞ്ഞത്. കുറെ നാളെ പിടിച്ചേ കുടഞ്ഞ് പറടാ പറ്റണില്ല. കുറെ നാളായി ഞാനും അവനോ നടന്നാണ് വീട്ടിൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാര്യം പറഞ്ഞു ഈ വർത്താനം തന്നെ ഒന്നും ഇല്ലാത്ത കഥകള് എടുക്കുക. നല്ല രസമായിരുന്നു. അങ്ങനെ പോയി അവൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അവന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അങ്ങനെ അറിഞ്ഞു തുടങ്ങി. പുള്ളിക്കാരി എങ്ങോട്ട് വന്നെന്റെ തയ്ച്ചു ഇങ്ങനെ വേണ്ടാന്നൊക്കെ ചോദിച്ചു. പിന്നെ എല്ലാരും അറിഞ്ഞു തുടങ്ങി. അപ്പൊ അവള് പറഞ്ഞു ഇല്ലല്ല അവള് എന്ന് പറയുമ്പോ ഇംഗ്ലീഷ് സെക്ഷൻ തന്നെ 3 പുള്ളിക്കാരി ചോദിച്ചു. ബാക്കി എല്ലാരും അറിഞ്ഞു. എന്നെ അറിയാന്ന് എല്ലാരും അറിഞ്ഞു. ക്ലാസ്സും സ്കൂളും മൊത്തത്തിൽ പാട്ടായി. സുധിയേ എങ്ങനെ കാണുന്നുണ്ട്. അടുത്തങ്ങനെ അവള് നിക്കുന്നിടത്താണെന്ന ഒരു ചിരിയുണ്ട്. ഇങ്ങനെ സംസാരിക്കുന്ന ചിരിയുണ്ട്. പിന്നെ ഇളകിടക്ക് വേറെ മാതിരി കുത്തും. അവളെ നിന്നെ തന്നെ നോക്കിയ കുത്തി ഇളക്കും. പിന്നെ നോട്ടം പിന്നെ ഭയങ്കരമായിട്ട് ഒരു ദിവസം 2 സെക്കൻഡ് ഇങ്ങനെ തുടർന്ന് നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ 4 സെക്കൻഡായി ഈ നോക്കിക്കൊണ്ടിരുന്നത്. കൂടിപ്പോയി. ഇങ്ങനെ അങ്ങ് നിന്ന്. അയ്യോ, ഈ സാറന്മാരൊന്നും പൊക്കിയില്ലേ ഈ ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ. എന്നാലും ഈ ഫ്രീ പീരീഡ് കുറെ അവളും തിരിച്ചു നോക്കുമായിരുന്നു. അപ്പൊ അവക്ക് ഇഷ്ടമുണ്ടായിരുന്നു. എന്നാണ് അത് കാലം കുറെ ആയി. ജസ്റ്റ് ഇൻഫാക്ട് ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ആളല്ല. അന്ന് സംസാരിക്കാറില്ല. സംസാരിക്കും പക്ഷെ പേടി. അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിന്റെ സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. ഭയങ്കര കഥ. പക്ഷേ ഓൺ സൈഡ് ലവ് ആണെങ്കിലും പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഓൺ സൈഡ് ലവ് ആണെങ്കിൽ ഇപ്പൊ നമ്മള് വിചാരിക്കും പോയി പറയാതെ ഓൺ സൈഡ് ആയിട്ട് നോക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നൊരു സമയത്ത് നമ്മളിപ്പോ കെട്ടിയൊക്കെ കഴിഞ്ഞ് അവളും കിട്ടിയൊക്കെ കഴിഞ്ഞ് അവൾ നീ അന്ന് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര ഡൗൺ ആയി പോകണം. പക്ഷേ ചില സമയത്ത് നമ്മൾ പോയി നേരെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവള് പറയും എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഞാൻ നിന്നെ ബ്രദറായിട്ടാ കണ്ടത്. അപ്പോഴേ കഥ ഉണ്ട്. പിന്നെ നോട്ടം ഭയങ്കര നോട്ടത്തിൽ മനസ്സിലായി ഉണ്ട് പുള്ളിക്കാരിക്ക് ഉണ്ട്. പിന്നെ എനിക്ക് ഈ ഡൗട്ട് കാരണം എന്റെ സംശയമാണോ എന്ന് വിചാരിക്കാൻ വേണ്ടി എല്ലായിടത്തും പിന്നെ ഞാൻ നോക്കാൻ പറഞ്ഞു.
ഇങ്ങനെയൊക്കെ ആക്കും. എന്നെ നോക്കും. പെമ്പിള്ളേടുത്ത് പിന്നെ പെമ്പിള്ളേരായിട്ട് പിന്നെ എല്ലാവരും കമ്പനിയായി. പക്ഷെ പെമ്പിള്ളേർ ഇവിടെ അടുത്ത് പറഞ്ഞില്ല. ഇല്ല അതെന്ത് എന്നാലും അവൾ അറിയാത്ത, അവൾ അറിഞ്ഞാണോടെ? അറിഞ്ഞു, പക്ഷെ അറിയില്ല. കൊറേ അറിഞ്ഞ ഭാവം നടിച്ചു കഴിഞ്ഞാൽ നിന്നെ കണക്ക് അങ്ങനെയല്ലേ, നിന്നെ കണക്ക് ഒരുത്തര പ്രേമിക്കണമെന്ന് വിചാരിച്ചായിരിക്കും. അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. പിന്നെ അറിഞ്ഞില്ല, അതിൽ ആർക്കും അറിഞ്ഞൂടായിരുന്നു. ആ ഒരു ഭാവം നടിച്ചില്ല ആരും. ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ ആഴെ പോകുമ്പോ അജേ വെളിയിലാണ് പിടിക്കുന്നത്. സുധിയേ എന്നൊക്കെ ആക്കും. പിന്നെ ക്ലോസ് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞോ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നീ ഇങ്ങനെ അങ്ങോട്ട് നോക്കി നോക്കി ഇങ്ങനെ അവളെ നോക്കിയിരിക്കുമ്പോ അവിടത്തേക്കുന്ന ആരെങ്കിലും ഇങ്ങനെ നോക്കിട്ട് ഓരോരോ. എനിക്ക് കുറെ ബെസ്റ്റുകൾ ഉണ്ടായിരുന്നു അന്ന്. അന്ന് പേരില്ലെന്ന്, നീ വാക്ക് തുടങ്ങിയില്ല. ബെസ്റ്റീന്ന് അറിഞ്ഞൂടാ. ഫ്രണ്ട്സ് ക്ലോസ് ഫ്രണ്ട്സിനും മേലെ ക്ലോസ് ഫ്രണ്ട്സ്, അങ്ങനെ വാക്കില്ലായിരുന്നു ആ ടൈമിലൊന്നും ഇല്ല. രണ്ടു മൂന്ന് പേരുണ്ട് കളിച്ചിരിച്ചൊക്കെ കാര്യം. ഇങ്ങനെ ഇങ്ങനെ വേറെ ഗേൾസിനോട് സംസാരിക്കണമല്ല എന്തെങ്കിലും ഈ പൊസസീവ്നെസ് എന്നുള്ള വാക്ക് പോലും ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടാ? അതൊക്കെ ചോദിച്ചറിയാനല്ല, ഞാൻ നോക്കുന്നുണ്ടാ ഇങ്ങനെ നമ്മൾ അഭിനയിക്കുമല്ലോ. അങ്ങനെയൊക്കെ കുറെ ഒക്കെ ചെയ്തു നോക്കിയ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിലാക്കി എല്ലാത്തരം ഉടായ്പും ചെയ്തിട്ടുണ്ട്. ഇതിനൊന്ന് എടാ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ പേരുകൾ അറിഞ്ഞൂടെ? പേരുകൾ അറിയാതെ അങ്ങനെ പോയിരുന്നു. നമ്മൾ പിന്നെ ഇടയ്ക്ക് വെച്ച് ക്ലോസ് ആയി, സംസാരിച്ചു തുടങ്ങി. ഇടയ്ക്കിടയ്ക്കുള്ള സംസാരമായി. എനിക്ക് മൂത്ത് തുടങ്ങി ഭയങ്കരമായിട്ട്. ഈ ആട്ടൊക്കെ ഒരു മൊത്തം ക്ലാസ് 3 ഡിവിഷനും എല്ലാവർക്കും അറിയാം. എന്നിട്ട് ആ പെണ്ണറിയാത്തത്? അറിഞ്ഞില്ല, അതൊക്കെ അറിഞ്ഞൂടായിരുന്നു. അവർക്ക് അറിഞ്ഞായിരിക്കും. പിന്നെ എന്റെ കൂട്ടുകാർ വഴി തന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയാം. അത് ഒന്നും പറഞ്ഞില്ല അപ്പോഴൊന്നും. അവസാനം പ്രപ്പോസ് ചെയ്തു. അതുണ്ട് ഇനിയുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് അപ്പൊ പിറ്റേ ദിവസം ആയപ്പോ എന്റെ അടുത്ത് അങ്ങനെ മിണ്ടണില്ല. കറക്റ്റ് എന്റെ ബാക്കിൽ തന്നെ സീറ്റിന്റെ ബാക്കിൽ തന്നെ അവള് സീറ്റ് വന്നു. പുള്ളിക്കാരി റൊട്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പെണ്ണുങ്ങൾക്ക് റൊട്ടേഷൻ അന്ന് കളർ നിങ്ങളെ കൂടെ വരും ബാക്കിൽ ഇങ്ങനെ റൊട്ടേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം ബാക്ക് ബെഞ്ചിൽ വരാൻ വേണ്ടി എന്ന് വരുമെന്ന്. പയ്യന്മാർ ഞാൻ നോക്കിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമ്മളെ സെയിം റോയില് പെമ്പിള്ളേർക്ക് അവിടെ മാത്രം റൊട്ടേഷൻ, നമുക്ക് ഇവിടെ മാത്രം. കാരണം നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോ അവര് നമ്മളെ വരുമല്ല. എന്ന് പറയുമ്പോ വെള്ളിയാഴ്ച വരണമെങ്കിൽ ലക്കാണ്. എന്ന് പറയുമ്പോ അന്ന് പള്ളിയിലും പോണം, നല്ല സമയം കിട്ടും. എനിക്ക് എത്ര വേണോ ബാക്ക് ബെഞ്ച് കറക്റ്റ് വരും. അന്ന് 10 പഠിച്ചപ്പോ ലീവ് വരല്ലേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. റൊട്ടേഷൻ മാറിപ്പോവും. പിന്നെ 3 ബെഞ്ചായത് പിന്നെ 4 ബെഞ്ച് ആക്കി നമ്മളാ സ്ഥലമില്ലെന്നും പറഞ്ഞു പോയി. നമ്മളെ ബെഞ്ചിൽ ബാക്കി 2 ബെഞ്ചിലും 4 പേര് വെച്ചു. നമ്മളെ ബെഞ്ചിൽ 5 പേര്, സ്ഥലമില്ല. ബെഞ്ചൊക്കെ നിർത്തി. പിന്നെ ഞാൻ 3 പേരൊക്കെ ബാക്കിൽ റൊട്ടേഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ സെറ്റാക്കി വരെയായിരുന്നു. കറക്റ്റ് അന്ന് പുള്ളിക്കാരുടെ ബർത്ത്ഡേ ആയിരുന്നു. മുട്ടായൊക്കെ തന്നായിരുന്നു. തന്നു. അതിൻ്റെ അടുത്തൊന്നും മിണ്ടണില്ല. എന്ത് ഞാൻ ചോദിച്ച അങ്ങനെ അവളെ ചുമ്മാ പറഞ്ഞാണ്, അങ്ങനെയൊന്നും ഇല്ല, വെറുതെ സീരിയസ് ആയിട്ട് എടുക്കില്ല എന്നൊക്കെ പറഞ്ഞു. നീ പറഞ്ഞ പിന്നെ ഇതിങ്ങനെ ആവും ഞാൻ വിചാരിച്ച. ഉരുളയല്ലേ എന്തെങ്കിലും സംസാരിക്കണമല്ലോ. അന്ന് എന്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ച് മുട്ടായൊക്കെ തന്ന്. അന്ന് സ്കൂളിൽ അടിയൊക്കെ ആയിരുന്നു. നീ അടിക്ക് പോയാ? അടിക്കാൻ പറ്റിയില്ല, ഇടിയിട്ട് വയറ്റില്. അതും വാങ്ങിച്ചോണ്ട് അപ്പോഴേ ക്ലാസ്സിൽ കയറി. അയ്യോ അതായത് ഞാൻ അവിടെ ബാഗ് ബെഞ്ചിന് മുക്കാലും അഭിനയമായിരുന്നു. അയ്യോ അടി വരുമ്പോഴത്തേക്ക് കാണാൻ പോയി നിൽക്കുന്നു, അടി കിട്ടണം. എന്നിട്ട് ഞാൻ എല്ലായിടത്തും പറഞ്ഞു ഞാൻ ഇടിക്കാൻ പോയാണ്, പക്ഷെ എനിക്ക് അടി ഇങ്ങോട്ടാണ് കിട്ടിയത്. അപ്പൊ ക്ലാസ്സിൽ സാറ് വന്നു, VHS കയറ്റാൻ അടിയായ. അങ്ങനെ ക്ലാസ്സിൽ സാറ് വന്നു, ആർക്കാണ് അടി കിട്ടിയത് എല്ലാം എണീച്ചേട്ടെ. അവിടെ അഭിനയം എന്നെ പിടിച്ച് അടിക്കാനാണെന്ന് തോന്നുന്നു. ബാക്ക് പുള്ളിക്കാരി കാണിച്ചു കൊടുത്ത് ഒറ്റി കൊടുത്തിട്ട് നോക്കരുത്, തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ സാർ പറഞ്ഞു അടി കിട്ടിയവരോ എണീച്ചാൽ മതി എന്നല്ലോ. വീണ്ടും ഇവൻ സാറേ കാണിച്ച ഇങ്ങനെ കഴിയും. പിന്നെ അങ്ങനെ ആ ഷോയില് ആ നോട്ടം കൂടി. പിന്നെ കൈ കഴുകിട്ട് വരുമ്പോ ഞാൻ അവിടെ വെറുതെ എന്റെ അടുത്ത് മുഖത്ത് ഇങ്ങനെ വെള്ളമൊക്കെ തെറിപ്പിക്കുക. അത് നീയാ? എന്നെ ഇങ്ങോട്ട് നിന്നെ
ആ തെറിപ്പിക്കുക, എന്നിട്ട് എന്തെങ്കിലും അടിച്ചിട്ട് ഓടുക, പിന്നെ പേനൊക്കെ എറിയുക, എങ്ങനെയൊക്കെ പേനയൊക്കെ എറിഞ്ഞു കൊടുക്കുക. അറിയാം കുറച്ച് എന്നും പറഞ്ഞ് അതൊക്കെ. എന്നിട്ട് നമ്മളാ വരാന്തയിൽ ഇങ്ങനെയൊക്കെ നിൽക്കും. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഒക്കെ കാണിക്കും. മഴ പെയ്യുമ്പോഴത്തേക്ക് വൺ സൈഡ് ലവ് ആയിട്ടുള്ള പെണ്ണെ നോക്കിയിട്ടുണ്ടാ? ഭയങ്കര ഫീലാണ്. മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ ഇതിന്റെ അകത്ത് കഥയൊക്കെ കുറെയൊക്കെ മറന്ന് നോക്കണോളാ. അയ്യോ മഴയത്ത് നമുക്ക് ഇപ്പൊ ഇഷ്ടമായിട്ടൊരു പെണ്ണെ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് നോക്കാം, ഭയങ്കര ഫീലാണ്. അയ്യോ ഭയങ്കര ഫീലാണ്. നടന്ന് അത് മഴ സ്ലോ മോഷൻ ആവും, നടന്നു വരണം സ്ലോ മോഷൻ ആവും, ഇങ്ങനെ വരും. ഒരു സിനിമ പോലെ. അന്ന് 10 പഠിച്ചപ്പോ എനിക്കെല്ലാം സിനിമ ഫീലാണ് തോന്നിയത്. കാണുന്ന പടങ്ങൾ അതേ കണക്ക് നടക്കുന്നത്. പിന്നെ ഞാൻ വിചാരിക്കണേക്കെ നടക്കുമായിരുന്നു, എന്ത് വിചാരിക്കും അങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ വരാന്തേലോ ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെയൊക്കെ കയറി വരാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്തൊക്കെ നിർത്തി ചുമ്മാ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കയ്യിലൊക്കെ പിടിച്ച് ചിരി പിടിക്കുമ്പോ സ്പാർക്ക് അടിക്കുന്നതൊക്കെ അതൊക്കെ അറിയായില്ല. ചുമ്മാ നെഞ്ചെടുപ്പ് കൂടും. അയ്യോ നെഞ്ചെടുപ്പ്. എനിക്ക് വെറുതെ ഇരിക്കും, എനിക്ക് എന്തെങ്കിലുമൊക്കെ വെപ്രാളണം ഒന്ന് വെറുതെ ഇങ്ങനെ ബാക്ക് റൊട്ടേഷൻ അടിച്ച് ബാക്കിലൊക്കെ വരും. അപ്പൊ ഞാൻ നമ്മൾ പയ്യന്മാരെല്ലാം അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, പേപ്പറിലൊക്കെ എഴുതി പടമൊക്കെ വരച്ചോണ്ടിരിക്കും. ഇങ്ങനെയോ കയ്യിലെ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ആക്കൂലേ, ഇങ്ങനെ സൗണ്ട് അവളിങ്ങനെ സൗണ്ട് കൈ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ അത് തൊടാൻ വേണ്ടിട്ടുള്ള കള്ളത്തരം പിടിച്ച് ഇത് ഇത്രയും മനസ്സിലാക്കാനുള്ള ബുദ്ധിയാ. ചുമ്മാ കാര്യമൊക്കെ പറയുമായിരുന്നു. കൊറേയൊക്കെ സംസാരിച്ചിട്ടുണ്ട്, കൊറേയൊക്കെ മറന്നടാ ഞാൻ. ബാക്കി കഥ പറ. എന്നിട്ട് ക്ലാസ് ഇരുന്നോണ്ട് തന്നെ ഗേൾസിന്റെ അടുത്ത് പോയി ഇരിക്കാൻ ധൈര്യം ഇല്ലല്ലോ. അത് പറഞ്ഞിടും ചേച്ചി. അപ്പൊ ഇവള് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവളൊരു ചിരിക്കണം. ബാക്കി പയ്യന്മാർ അവർക്ക് ധൈര്യമില്ല, അങ്ങനെ ചുമ്മാ പെമ്പിള്ളേരുടെ അടുത്ത് ഇരിക്കാൻ ഇരുന്ന് അതൊക്കെ ഒരു ചാൻസ് ആയിട്ട് കണ്ടവരാണ് നീ. അതെന്തോ സംസാരത്തിന് അങ്ങനെ സംസാരത്തിലായത് അങ്ങനെയാണ്. അപ്പൊ ഇവള് മാത്രം കുറച്ചു പേരില്ല, അപ്പൊ അവള് മാത്രമേ ഉള്ളൂ. അങ്ങനെ പോയി ഇരുന്ന് കുറച്ചു നേരം ഇരുന്ന് കാര്യമൊക്കെ പറയും, ഇഷ്ടപ്പെട്ടു. പിന്നെ അതൊക്കെ നല്ല രസമില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഇരുന്ന് പിന്നെ കുറെ ആളായി ഈ നോട്ടം കൂടി പിന്നെ ടൈം സെക്കൻഡ് മാറി മിനിറ്റായി. പിന്നെ എനിക്ക് നോട്ട് എഴുതി തരും. പിന്നെ അതൊക്കെ വെറുതെ ഒരു 10 നോട്ട് വാങ്ങിച്ചിട്ടേ ഇത്തിരി എഴുതി തരുമോ, പേരൊക്കെ ഒന്ന് എഴുതി ഭംഗിയാക്കി തരുമോ, കയ്യക്ഷരം മോശം എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് കൊടുക്കുന്നു. എന്തൊക്കെയോ കോമാളി തരമൊക്കെ കാണിച്ചു വെച്ചിട്ട് എനിക്ക് പണ്ട് പേരെഴുതുമ്പോ മറ്റേ ഇതൊക്കെ പൂവും കായൊക്കെ തരും. എനിക്ക് എഴുതി തന്നിട്ട് അർജു എന്ന് പറഞ്ഞ് കുറെ കോമാളി തരം കാണിച്ചിട്ട് ഇങ്ങനെ എഴുതി തരും. വാങ്ങിച്ചു നോക്കുമ്പോ ഇരുന്ന് ചിരിക്കും. കുറെ ചിരിയാണ്, അതൊക്കെ നല്ല രസമാണ്. ആ ചിരി എനിക്ക് അങ്ങനെയൊക്കെ ഇത്. അപ്പോഴേ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ഞാൻ ഇങ്ങനെ ഭയങ്കര ക്യൂട്ട് നോട്ടം നോക്കാം, ഇങ്ങനെയൊക്കെ നോക്കൂലേ, കൊള്ളാടി ഇങ്ങനെയൊക്കെ പറയൂലേ. അവര് പൊടി അത് കാണാൻ വേണ്ടി. പിന്നെ അയ്യോ ഇങ്ങനെ ആവാൻ വേണ്ടിട്ടാണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയില്ലേ. അന്ന് കറക്റ്റ് പ്ലാനിങ് ആണ്. പ്ലാനിങ്ങിന് അതേപോലെ നടക്കും. പെർഫെക്റ്റ് പ്ലാനിങ് ആണ്. അതേണക്ക് ചെയ്യും. ഇവിടെ പോകുമ്പോൾ മുട്ടായ വാങ്ങിച്ചോണ്ട് വരും, കൊടുക്കും, മെലഡി അമ്പലത്തിൽ കൊടുക്കണം. അത് ആരും കാണാതെ പോകരുത്. ആകെ 2 രൂപയ്ക്ക് വാങ്ങിക്കും. പറഞ്ഞ എനിക്ക് തിന്നും ഞാൻ വണ്ണം അല്ല, ചിലപ്പം പയ്യന്മാര് കൊടുക്കും. എന്നാ വെച്ചോ, കൂടുതലും പെമ്പിള്ളേക്കാ കൊടുക്കുന്നു. ഇങ്ങനെ കറങ്ങി ഇന്ന എനിക്കറിയാം. പിന്നെ അങ്ങനെ കുറച്ചാൾ അങ്ങനെ നോട്ടൊക്കെ എഴുതി തരും. പിന്നെ സംസാരിക്കും, പേന വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെ പൈസ ഞാൻ എന്റെ പൈസക്കൊന്നല്ല കേട്ടോ, അവൾ പൈസ തന്നു വിടും. പേന ഒരു 5 രൂപ തന്നു കഴിഞ്ഞാൽ 3 രൂപയ്ക്ക് പേന അടിക്കും, ബാക്കി 2 രൂപയ്ക്ക് എന്തൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. ബുക്ക് വാങ്ങിച്ചോണ്ട് വരൂ, എന്തൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ അടുത്ത് പറഞ്ഞ ബുക്ക് ബുക്കും കൂടെ വാങ്ങിച്ചോണ്ട് പുറത്തോട്ട് പോകണം. ബുക്ക് എടാ സംസാരം ഇല്ല, പോണെന്ന് പറയുമ്പോ ബുക്കും കൂടെ, ഒരു ബുക്ക്, ഒരു പേന. കടക്കാരനാടാ നീ? വല്ലപ്പോഴും നമ്മക്ക് അന്ന് ഷിഫ്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പൊ പുറത്തിറങ്ങായിരുന്നു. പിന്നെ എല്ലാരും അറിഞ്ഞു തുടങ്ങി. പിന്നെ ഞാൻ ട്യൂഷനിൽ താത്തായിട്ടൊക്കെ പറഞ്ഞു.
അവിടുത്തെ പറഞ്ഞ് അവിടുത്തെ താത്തയുടെ കഥ പറഞ്ഞു കൊടുക്കുമല്ലോ ഇത് കണക്ക് ഇതേപോലെ ഇത് ഭയങ്കരമായിട്ട് കുറെ കഥകളുണ്ടല്ലോ അവര് ഭയങ്കരമായിട്ട് നീ ചെന്ന് പറ അവർക്ക് മൂപ്പിച്ച് മൂപ്പിച്ചൊക്കെ തരും. സത്യം മൂപ്പിക്കുന്ന ഏതെങ്കിലും ഒരുത്തനെ വരുത്തി വേണം. എന്നിട്ട് എനിക്ക് കറക്റ്റ് മാസമൊന്നും ഈ ദിവസമൊന്നും ഓർമ്മയില്ല, എന്തോ ഫെബ്രുവരി ഒക്കെ ആയെന്നു. ഞാൻ ഇങ്ങനെ മൂത്ത് കുത്തിയപ്പോ പറഞ്ഞു എന്റെ അമ്പ് മുട്ടിടി എന്ന് പറഞ്ഞ എന്റെ അമ്പ് ഇങ്ങനെ സത്യമായിട്ട് ഇടിച്ചു. ഞാനത് ഇങ്ങനെ വിറച്ച് നിക്കാണ്. വിറച്ച് നിന്നിട്ട് ഇതിങ്ങനെ ഇടിക്കണ്. ഞാൻ ഇതെന്തൊരു കാലിങ്ങനെ ഇടിക്കുന്നത്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ വിളിച്ചു ഇങ്ങനെ എല്ലാരും ഞാനും ശ്വാസം കിട്ടുന്നില്ല. ഞാനും പുള്ളിക്കാരി അവിടെ നിന്നപ്പോഴും എല്ലാവർക്കും മനസ്സിലായി എന്ന് ചോദിക്കാമോ എന്ന് പറയുമ്പോ ക്ലാസ് മൊത്തം ആൾക്കാർ അകത്തല്ല വെളിയിലാണ്. അപ്പൊ വരുന്നു പോകുന്നവര് H ഡിവിഷനിലുള്ള കുറെ പേര് പറഞ്ഞു, J ഡിവിഷനിലുള്ള അങ്ങോട്ട് പോകുമ്പോ അളിയാ എന്തടിയാ ഇങ്ങോട്ടും അളിയാ എന്തരാണ് ഇത് പെമ്പിള്ളാര് അർജു എന്തരാണ്. അയ്യോ ഒന്നുമില്ല അതിനൊക്കെ പേടി. എന്നെ എല്ലാവർക്കും അറിയാം, ഒന്നുമില്ല എല്ലാവർക്കും അറിയാം ഇങ്ങനെ നിക്കണതാണെന്ന്. 3 ഡിവിഷനിലുള്ളവർക്കും അറിയാം. 3 ഡിവിഷനിൽ എല്ലാവരും കമ്പനി. അപ്പൊ പണ്ട് പഠിച്ച പയ്യന്മാരും എന്തിനാ അങ്ങനെയൊക്കെ. അതിന് മുമ്പ് പയ്യന്മാരൊക്കെ എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങി. എന്റെ കൂട്ടുകാരൻ തന്നെ പറഞ്ഞു. ഇല്ല പറഞ്ഞില്ല. അതിന് മുമ്പുള്ള കഥ ഞാൻ പറഞ്ഞു. പയ്യന്മാരെല്ലാരും നമ്മുടെ ക്ലാസ്സിൽ തന്നെ മെയിൻ ആയിട്ട് കുറെ പേരുണ്ട്. മെയിനൊന്നല്ല എല്ലാരും. അപ്പൊ ഒമ്മര് ഞാൻ വിചാരിച്ചു ഒമ്മര് കളിയാക്കൊന്നുമില്ലേ, അങ്ങനെയൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്തെന്ന്. അപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്ത് നോക്കണം എന്തെങ്കിലും പറഞ്ഞാ നീ എന്റെ പറഞ്ഞ ഇല്ല പറഞ്ഞില്ല ഇങ്ങനെ ഒരു ഇതുണ്ട്. എനിക്ക് ടെൻഷൻ ആവുന്നു. ഇതാണ് എന്റെ കഥ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഭയങ്കര സപ്പോർട്ട് ചെയ്യാൻ ഞാൻ വിചാരിച്ചു വന്നേ പറയാനുള്ളായിരുന്നു. ഞാൻ വിചാരിച്ചു എന്റെ നെഗറ്റീവ് എന്റെ ഓവർ തിങ്ക് കാരണം അവര് വേറെ എന്തെങ്കിലും വിചാരിക്കും വിചാരിച്ചാൽ ഞാൻ ഒന്നും പറയാത്ത. പിന്നെ മോട്ടിവേറ്റ് ഞാനിത് പറഞ്ഞു നിങ്ങളെന്തൊരു വിചാരിക്കും വെച്ചാൽ നമുക്ക് എന്തൊരു വിചാരിക്കാൻ അങ്ങനെയൊക്കെ പറയുമ്പോ നീ മോട്ടിവേറ്റ്. പിറ്റേ ദിവസം അല്ല അതിന്റെ ബാക്കിൽ പോസ്റ്റ് ചെയ്യണതിന്റെ പിറ്റേ ദിവസം എന്റെ ബാക്ക് റൊട്ടേഷൻ ഉണ്ടായിരുന്നു. ഈ വേറെ പയ്യന്മാര് തന്നെ എന്നെ പിടിച്ച് റാൻഡമായിട്ട് പിടിച്ചിരുത്തിയതാണ്. അറ്റത്ത് പിടിച്ചിരുത്തി. എനിക്ക് പിറ്റേ ദിവസം ചോദിക്കുന്നൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോ ചെന്ന് പ്രപ്പോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ കാര്യം മുട്ടിടിച്ച് ഇങ്ങനെ കാര്യം പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു ഞാൻ കാര്യം കുറെ നേരം ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ നിർത്തിച്ച് ഇങ്ങനെ അവള് ഞാൻ പിടിച്ച് നിർത്തിച്ച് പറയാൻ കാര്യം പറയണ്ടെന്ന് പറഞ്ഞു. ഒരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞു. ഇടിന്ന് പറഞ്ഞ എന്റെ അമ്മോ നെഞ്ചിടിയില് അങ്ങ് അറ്റം പീക്ക് ലെവല്. നെഞ്ചിടിപ്പ് കാല് മുട്ടടി ഭയങ്കര വിയർത്തൊലിച്ച് സത്യം പറയാൻ. അപ്പൊ തന്നെ അതിന് മുട്ടിടിച്ച് ചിരട്ട പൊട്ടി പോയതല്ലേ. ഞാൻ ഇതെന്തിന്റെ കാലൊക്കെ വിറക്കാൻ പറ്റി ഇത് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ കൊറേ നേരം പുള്ളിക്കാരി തന്നെ പറഞ്ഞു കൊറേ എന്തിന് പറയാനുള്ളത് പറയാന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ് അത് പറയാനായിട്ട് കുറെ മുട്ട് ഇങ്ങനെ വിറച്ച പറഞ്ഞു കുറെ നേരം ഉണ്ടായിരുന്നു. എനിക്ക് പറഞ്ഞു എനിക്ക് ഇന്നലെ തോന്നിയ റൊട്ടേഷൻ ബാക്ക് ഇരുന്നപ്പോഴേ ഞാൻ ഇപ്പോഴൊന്നും അതൊന്നും അറിയില്ല. അങ്ങനെയൊന്നും ഇല്ല. റൊട്ടേഷൻ അപ്പോഴത്തെ ഇരുന്നതാണ്. ഞാൻ അങ്ങനെ എന്തെങ്കിലും കള്ളം പറയണം അല്ല അന്ന് ആ സത്യം എനിക്ക് ഞാൻ അങ്ങനെ ഇരുന്നല്ല പിടിച്ചിരുത്തിയതാണ്. ഞാൻ പിറ്റേ ദിവസം പ്ലാൻഡും അല്ലായിരുന്നു അന്നും ചെയ്യണ കാര്യം. അങ്ങനെ അത് കുറെ നേരം ഇങ്ങനെ കുറച്ചു നേരം ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇത് പറഞ്ഞാ സ്വസ്ഥത തീർന്നില്ല. ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞല്ല. ഞാൻ ഫ്രണ്ടായിട്ടാണ് കണ്ടത്. അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ വേറൊരു സ്ഥാനത്താണ് കണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ചേട്ടന്റെ സ്ഥാനത്താണ്. അങ്ങനെ പറഞ്ഞ് അങ്ങനെ കുറെ നേരം ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പം കുറച്ചു നേരം കുറച്ച് കരച്ചിൽ വന്നു തുടങ്ങി. അത് എന്തിനാണ് കരഞ്ഞെന്ന് വെച്ചാൽ 2 തെറി പറഞ്ഞ് ഇങ്ങോട്ട് പറയാനുള്ളത് കരച്ചിൽ തുടങ്ങി. കരയാൻ വേണ്ടി ഇങ്ങനെയൊക്കെ നിൽക്കും. അത് എനിക്ക് തോന്നുന്നു വേറെ ആരെങ്കിലും പോയി ചോദിച്ചാണ് എന്തെങ്കിലും പറഞ്ഞോ. പിന്നെ കരയേണ്ട ആവശ്യം എനിക്ക് അങ്ങനെയൊന്നുമല്ല കണ്ടിട്ടില്ല. അപ്പൊ പറഞ്ഞു നിർത്താനുള്ളതല്ലേ. കരയേണ്ട കാര്യം എന്ന് വെച്ചാ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്നെ ചോദിച്ചില്ല, ഉത്തരം കിട്ടിയിട്ടില്ല. ഞാൻ പിന്നെ എന്റെ ഫ്രണ്ട് വേറെ ഫ്രണ്ട് അവളുടെ പുള്ളിക്കാരി എന്ത് പറ്റിന്ന് പറഞ്ഞ് ചോദിക്കാൻ മതി. അവൻ കോഴിയാണ് എന്ത് പറ്റി
എന്നിട്ട് പൊട്ടിക്കരയാണ്, പിന്നെ പൊട്ടിക്കരയാണ്. എന്നിട്ട് എന്നെ അടുത്ത് ഉണ്ടാക്കാൻ വന്ന്. അവനാ അതായത് സ്കൂളൊക്കെ തീരാറായില്ലേ, നമുക്ക് ഇതൊക്കെ ഇനി വേണം, ഫ്രണ്ടായിട്ട് കണ്ട നിന്റെ കാര്യം നോക്കി നീ നിന്റെ കാര്യം നോക്കിയത്. എന്നിട്ട് വീണ്ടും നീ ഇനി അങ്ങനെയൊക്കെ കാണണത്. എനിക്ക് മനസ്സിലുണ്ടായിരുന്നു പറഞ്ഞേ ഉള്ളു, അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ള, എനിക്ക് വേറെ ഫ്രണ്ടായിട്ടൊന്നുമല്ല, ഞാൻ അങ്ങനെയാണ് കണ്ടത്. എനിക്ക് പറയാനുള്ള മനസ്സിലുള്ള പറഞ്ഞു. അത് പിന്നെ സാറ് വന്നു, അപ്പൊ എല്ലാം ക്ലാസ്സിൽ കയറി. അത് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, കരച്ചിലൊക്കെ മൂകത, ഒരു ക്ലാസ്സിലൊരു മൂകത. എല്ലാരും അറിഞ്ഞല്ലോ. പീരീഡ് കഴിഞ്ഞിട്ട് എന്തിനാളിയോ എന്തിനു പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. എന്ന് കരയണ്ടോ, എനിക്ക് അറിഞ്ഞോളൂ, ആ കൂടുന്നുണ്ട്. ഒന്നും പറഞ്ഞില്ല. എന്റെ അടുത്ത് ഇപ്പൊ നോന്ന എസ് എന്ന ഒന്നും പറഞ്ഞില്ല. ഞാൻ കുറച്ചാളെ കഴിഞ്ഞപ്പം 3 ഡിവിഷൻ, കുറച്ചാളെ ഇതിന്റെ മൂടിട്ട് പോയി. പിന്നെ എക്സാം ടൈം ആവാറായപ്പോ 3 ഡിവിഷനും കൂടെ ഷഫിൾ ചെയ്തിട്ട് നല്ലോണം പഠിക്കണ ഒരു ക്ലാസ്, നല്ലോണം പഠിക്കണ ഒരു ക്ലാസ്, മിഡിൽ ആവറേജ് ആണെങ്കിൽ വേറെ ക്ലാസ്, ഒട്ടും പഠിക്കാത്ത ഞാൻ വരുമല്ലോ. പുള്ളിക്കാരി നല്ലോണം പഠിക്കുന്നത്. പിന്നെ എങ്ങനെ റൊട്ടേഷൻ നമ്മുടെ ക്ലാസ്സിൽ തന്നെ സെയിം വന്നേന്ന് പറഞ്ഞു. അതങ്ങനെ വീണ്ടും വന്നു. പിന്നെ ക്ലാസ് ആയി, അതായി. പിന്നെ ഓട്ടോഗ്രാഫിന്റെ സമയമായി, എല്ലാരും ബുക്ക് വാങ്ങി. ആ സമയത്ത് മറ്റേ എന്നും മൊയ്തീന്റെ അതെ, ഞാൻ വേറെ ഫ്രണ്ട്സിനായിട്ട് കാര്യം പറഞ്ഞ് പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നു. പുള്ളിക്കാരി റാൻഡമായിട്ട് വെറുപ്പും ദേഷ്യവും ഒക്കെ എന്നാലും വിചാരിച്ചിരുന്ന പുള്ളിക്കാരി ഓട്ടോഗ്രാഫ് ബുക്കും കൊണ്ടുവന്ന് വന്ന് എഴുതാൻ പറഞ്ഞു. ഇല്ല, എന്റെ എല്ലാ കാര്യവും ഡീറ്റെയിൽസ്, ബയോ, ഏത് ഫാൻ, വിജയ് ഫാൻ, സൂര്യ ഫാൻ, എടാ ഓട്ടോഗ്രാഫ് ബുക്ക് എന്നും ട്രെൻഡിങ് ആയിട്ടോടെ. നീ മറന്നാലും MA പഠിച്ചാലും BA പഠിച്ചാലും ബുക്ക് മാത്രം 2 പേജ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവള് പറഞ്ഞു എനിക്ക് ഓട്ടോഗ്രാഫ് എഴുതി അറിഞ്ഞൂടല്ലോ, ഞാൻ എപ്പോഴും MA പഠിച്ചാലും BA പഠിച്ചാലും എന്നെ മറക്കല്ലേ. എനിക്ക് അതേ അറിയാവോ? അല്ല, ഓട്ടോഗ്രാഫ് എഴുതി കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അറിയാം. അതങ്ങ് എഴുതി കൊടുത്ത് എല്ലാവർക്കും എഴുതി കൊടുത്ത് അങ്ങനെ പോയി. ഇടയ്ക്ക് ക്ലാസ് വെച്ച് അതാണ് എന്നെ ഇട്ടും പയ്യന്മാരിട്ട് എല്ലാവർക്കും അറിയാം. അപ്പൊ പുള്ളിക്കാരി ക്ലാസ് ഫ്രണ്ട് വെച്ച് ഞാൻ ഇരിക്കും, പുള്ളിക്കാരും ഫ്രണ്ട് ഇരിക്കും. ക്ലാസ് ടൈമില് വെള്ളം ചോദിക്കാനായിട്ട് ഞാൻ ഇങ്ങിരിക്കുന്നു, പയ്യന്മാര് ഇപ്പുറത്തിരിക്കുന്നു. അവന്മാരെക്കും ചോദിക്കാം, എടാ ആളുകൾ പുള്ളിക്കാർ വെള്ളം ചോദിക്കാൻ ഇരുന്ന് ചിരിക്കണം, ചിരിച്ചോണ്ട് അവന്മാര് വെള്ളം ചോദിക്കും. അത് ഞാൻ നീ ചോദിച്ചു, നമ്മള് അത്ര കമ്പനിയല്ലോ, ഇങ്ങനെ ചിരിച്ചോ, നമ്മൾ അത്ര കമ്പനിയല്ലോ. അവന്മാര് H ഡിവിഷനിലുള്ളതാണ്, അവന്മാര് കമ്പനി ഉണ്ട്. H ഡിവിഷനിലുള്ളവര് തന്നെ അവിടെ തന്നെ. അങ്ങനെ ചിരിച്ചോണ്ട് ചോദിക്കാൻ പറഞ്ഞു. ഒരു തവണ വിളിച്ച്, പേര് വിളിച്ചേ കേട്ടില്ല, 2ാമത് കേട്ടില്ല, ഉറക്കെ വിളിച്ച് ഞാൻ. അത്തിരി വെള്ളം അപ്പൊ തന്നാ വിളിയായിട്ട് വെള്ളം തന്നു. ഒടുക്കത്തെ വിളിയുന്നു. ക്ലാസ് മൊത്തം ചിരിയാണ്ടാ, പണി തരണ്ടാ. പിന്നെ കണ്ടിട്ട് മിണ്ടിയൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് മിണ്ടിയായിരുന്നു. പിന്നെ ആയപ്പോ അങ്ങ് എല്ലാം അങ്ങായി. അത് ഈ എല്ലാരും അറിയിച്ച് നമ്മളൊരു ആളെ നോക്കണ്ടേ, പോയി കഴിഞ്ഞ് അത് പിന്നൊരു പ്രശ്നം, അവർക്കും അത് ബാഡായിട്ട് ആരും പറഞ്ഞ് ഇങ്ങനെ കളിയാക്കല്ലോ. ഇങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടി അത് അവർക്ക് ചിലപ്പോൾ ബാഡായിട്ടായിരിക്കും ഇവിടെ ഫീൽ ആവുന്നത്. ഗേൾസിനെ തിരക്ക് വരും. എല്ലാവരും ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പിന് ബിൽഡ് ചെയ്ത സമയമായിരുന്നു. ഓവർ ഭയങ്കര ഓവർ. ഇപ്പൊ എത്ര ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്? കോണ്ടാക്ട് ഉണ്ട്, എല്ലാവരും കോണ്ടാക്ട്, എല്ലാവരും കോണ്ടാക്ട്. വിളിച്ചാൽ സംസാരിക്കും. പിന്നെ എന്റെ മെസ്സേജ് കണ്ടാൽ റിപ്ലൈ തരാതിരിക്കാനുള്ള അത്ര. മറന്നു, ഞാൻ +2 പഠിച്ച ആൾക്കാരെയൊക്കെ മറന്നില്ല. +2 ബോയ്സിനെ കുറച്ച് പേര്, ഞാൻ ബോയ്സിനെ എനിക്ക് ബാക്കിയുള്ളവരുടെ നമ്പർ പോലും ഇല്ല, ഞാൻ മറന്നു. എന്റെ എല്ലാവരും ഉണ്ട്. ഡിവിഷൻ തിരിച്ച് ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ നമ്പരും ഞാൻ സേവ് ചെയ്തിട്ട്. അന്ന് സ്റ്റാറ്റസിന്റെ സമയം കൂടെ ആയണ്ടേ നമ്പറിന്റെ എണ്ണം കൂട്ടാൻ. സ്റ്റാറ്റസ് കൂടുതൽ 10 പഠിച്ചപ്പോ തന്നെ എനിക്ക് 300 വ്യൂസ് ഉള്ളത് തന്നെ. 300 വ്യൂസ് എല്ലാണത്തിന്റെ ഫോൺ, അമ്മമാരെ ഫോണൊക്കെ ഉണ്ട്. എനിക്ക് തന്നെ പേഴ്സണലായിട്ട് സിം ഉണ്ടായിരുന്നു ആ സമയത്താ. ഫോൺ ഉണ്ടായിരുന്നു. വഴി തെറ്റി വഴി പിഴച്ചു. അങ്ങനെ എല്ലാരും അങ്ങനെ ക്ലാസ് ഏകദേശം ഒക്കെ തീരാറായി, സെൻഡ് ഓഫ് ആവാറായപ്പോ വേറെ ക്ലാസ്സിൽ പിടിച്ചിട്ട്. അപ്പൊ എന്റെ കറക്റ്റ് എന്റെ ബൈക്കിൽ തന്നെ വന്നിരുന്നു. വീണ്ടും വന്നു. ഇനി വേറൊരു കൂട്ടുകാരിയുടെ ഓട്ടോഗ്രാഫ് കൊടുത്തു. നീ എഴുതിയാന്ന് പറഞ്ഞ് ചുമ്മാ തമാശ പണ്ണടിച്ചത്. നീ
എഴുതിയില്ല, ഇത് നിന്റെയാണ്. എന്റെ അല്ല, അത് പുള്ളിക്കാരില്ല പറഞ്ഞ ചിരി. ആര് അവളാ ആ പെങ്കൊച്ച്? ഞാൻ അങ്ങോട്ട് വേണ്ടി തീരാതായില്ലേ. പിന്നെ അങ്ങനെ സംസാരിച്ച് കൊറേയൊക്കെ സംസാരിച്ച് കാര്യമൊക്കെ തരും. അന്നാണ് കൊറേ സംസാരിക്കണം. ലാസ്റ്റ് അതിന്റെ ഇടയിലൊക്കെ എന്തിനായിരുന്നു ബസ്സിൽ പോകുമ്പോ ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായ നീയാ ടാറ്റയൊക്കെ കാണിക്കും. ഭയങ്കര രസമുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യാതൊക്കെ ഇരിക്കും. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് മലപ്പൂർ എന്ന് പറയുമ്പോ ബസ് സ്റ്റാൻഡിൽ പോകും. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഏത് സീറ്റ് ഇരിക്കണെന്ന് നോക്കിയിട്ട് അവിടെ എത്തുമ്പോ ബസ് നിൽക്കുമെന്ന് അറിയാം. അവിടെ ചെന്ന് ആ ഒരു സിസ്റ്റം അനുസരിച്ച് അവിടെ സ്ലോ ആവാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോ എന്തായാലും എന്നെ നോക്കും. അപ്പൊ ഇങ്ങനെ റൂഡായിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അന്ന് എന്തോ സമരമായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പൊ പോകുമ്പോ ഓൾറെഡി ബസ് ഇരിക്കുന്ന കണ്ട് നേരെ അവിടെ പോയിക്കുമ്പോ റൂഡായിട്ട് ഹായ് എന്നൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി ചുമ്മാ പോട്ട് ഇങ്ങനെയൊക്കെ. അന്ന് ആ ബസ് പോകുമ്പോ ഞാൻ തുള്ളിച്ചാടി വീട്ടിൽ പോകും, പാട്ടൊക്കെ പാടി. രസമായിരുന്നു. അയ്യോ അങ്ങനെ ഇതിപ്പോ വേറെ എങ്ങോട്ടോ ലാസ്റ്റ് ദിവസം അങ്ങനെ കൊറേ സംസാരിച്ച് പിന്നെ കേക്കൊക്കെ ഓർഡർ ചെയ്ത് പാട്ടൊക്കെ ഇട്ട് ബിരിയാണിയൊക്കെ വെച്ച് കൊണ്ടുവന്ന് എല്ലാം ചെയ്തു. പിന്നെ കേക്കൊക്കെ മുറിച്ചപ്പോ ഞാൻ കൊറേ ക്രീം വീണ്ടും തൊടാനുള്ള അവസരം. ഇടത്തോട അങ്ങനെയല്ല പറയാം. അങ്ങനെ സംസാരമായി. പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്താൽ വേറെ ആരും അങ്ങനെ ചെയ്തു. ഞാനാണ് ഈ ക്രീം തൊട്ട് എല്ലാരും തേച്ചു തുടങ്ങിയത്. പിന്നെയാണ് എല്ലാരും സാറുള്ളതുകൊണ്ട് പേടി എല്ലാവരൊക്കെ. ഞാൻ ഒരു ക്രീം വാങ്ങി ആദ്യം വേറെ എന്റെ വീടിന്റെ അടുത്തുള്ള കൂട്ടുകാരിക്ക് തേച്ച്, അവിടെ നിന്ന് തേച്ച്. അടുത്ത ക്രീം വാങ്ങിച്ച് പുള്ളിക്കാരിയുടെ മുഖത്ത് ഇങ്ങനെ ക്രീം തേച്ച് വെച്ചു കൊടുത്തു. അങ്ങനെ തേച്ചിട്ട് കണ്ടിലൊക്കെ പറ്റി ഭയങ്കര ഇതല്ലേ. അതിന് എനിക്കെന്ത് അങ്ങനെ തേച്ച് വെച്ചു കൊടുത്തു. പിന്നെ അവിടെ മൊത്തം കേക്കും ഇതൊക്കെ കേക്ക് എറി അതൊക്കെ ഞാൻ വൃത്തിയാക്കി തുടച്ച്. പിന്നെ ലാസ്റ്റ് പാട്ടൊക്കെ പാടി പാട്ട് പാടുമല്ലോ, മെയിൻ സിംഗർ ഗായകൻ. പിന്നെ പാട്ടൊക്കെ അന്ന് കുറെ നേരം നോക്കിയായിരുന്നു. അയ്യോ ഓർമ്മ ഞാൻ ഏതൊക്കെ ഇടലും പാട്ടാ കണ്ടോ പാടി. ഏത് പാട്ട് പാടിയെന്ന് ഓർമ്മ? അത് ഓർമ്മ. ഏതൊക്കെ ഇടലും പാട്ടാ ആയിക്കോണ്ടായി. കുറെ നേരത്തെ ശേഷം ആയിക്കോണ്ട ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിട്ടോ ഇങ്ങനെ നേരെ ഇരിക്കണ്, പുള്ളിക്കാരി ഇവിടെ, ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടാണ് ഇത് പാടിയ. ഒന്നിട്ട് സംസാരിച്ച പാട്ട് കൊള്ളാന്ന് എന്തോ പറഞ്ഞു തോന്നുന്നു, എനിക്ക് അതും ഓർമ്മയില്ല. എന്നിട്ട് എല്ലാരും പിന്നെ കരച്ചിലും വിളിച്ചു. പുള്ളിക്കാരി മാത്രം കരയണില്ല കേട്ടോ. എല്ലാരും കരച്ചില്ല മനസ്സ് അല്ല, നീ പറഞ്ഞേക്ക്. എനിക്ക് പോണതിന്റെ ഒരുത്തം പൊട്ടിക്കഴിഞ്ഞു. എല്ലാവരും പൊട്ടിക്കരഞ്ഞില്ലേ എല്ലാ പയ്യും ഇതെന്തരുത്. അപ്പൊ ക്ലാസ് വിട്ട് ഇറങ്ങിയിട്ടും എനിക്ക് നീ കാണാൻ പറ്റില്ല. അവന് ബന്ധങ്ങളൊന്നും ഇല്ല. അവരിത് ഭയങ്കര പൊട്ടിക്കരച്ചില്ല, ഭയങ്കര ഇതായിട്ട്. എന്തിനാണ് പലരും വിവരമില്ല. കരഞ്ഞാണില്ലല്ലോ. എന്തിന് പത്തില് പ്ലസ് വൺ ചെന്നപ്പോ എല്ലാം അവിടെ ചിലവര് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാരും ഭയങ്കര പൊട്ടിക്കരച്ചിലൊക്കെ ആയിട്ട് ഇരിക്കുന്നു. എന്നെ അടുത്തും കൊറേ പെമ്പിള്ളേരൊന്നും കെട്ടിപ്പിടിച്ച് പോണടാ. ഞാൻ വേറെ ഒന്ന് ഇതിലായിട്ടൊന്നും എടുത്തില്ല. ഇത് പൈമാട് ഞാൻ ലവന്റെ അടുത്ത് പറഞ്ഞു. അവൻ ഇവിടെ കറങ്ങി ആരും അവന്റെ അടുത്ത് വന്നില്ലെന്ന്. എടോ നീ ഇങ്ങനെയൊക്കെ ചെയ്തു, ഞാൻ ഇവിടെ പോയി കിടന്നാ എന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു നീ ലാപ്ടോപ്പ് നോക്കി അവിടെ സൈഡിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് എല്ലാരും വന്ന് ചേക്കാൻ്റെ ഇരുന്ന്. അല്ല ആ പെണ്ണ് ഒന്നും സംസാരിച്ചില്ല, പറഞ്ഞിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞത് സോറി, അന്ന് എനിക്ക് പറയാൻ വേണ്ടി പറയാതെ പോയ ഒരു ഇതാവണ്ടെന്ന് വെച്ച് പറഞ്ഞതാണ്. വീട് ഇനി ഒന്നും നടക്കത്തില്ലല്ലോ, വീട് അതിനൊന്നും പറഞ്ഞില്ലല്ലോ അവള്. അല്ല ഞാൻ ഇനിയിപ്പോ എനിക്ക് പറയാൻ ഇനി മനസ്സിൽ വെച്ചോണ്ട് എനിക്ക് പറ്റത്തില്ല, അതാണ് ഞാൻ പറഞ്ഞത്. സോറി ജെയ്മിങ്. ഇത്രയും നേരം കരയാത്തത് എനിക്ക് കരയണ ഒന്നുമില്ല. അതിനും ആൻസർ ഇല്ല, തന്നിട്ടില്ല. ചുമ്മാ കരഞ്ഞതായിരിക്കും. പിന്നെ വേറെ പഠിക്കാൻ പോയില്ലേ? അല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു, അവിടെ അതിന് അഡ്മിഷൻ എവിടെ എടുക്കണം, ഇന്ന സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ നോക്കിയാ? ഞാൻ നോക്കുന്നുണ്ട്.
ഞാൻ ട്രൈ ചെയ്തില്ല, മതിയായി. അറിഞ്ഞൂടെയായിരുന്നു എവിടെ കൊടുക്കും. പിന്നെ ഞാൻ നോക്കിയില്ല, അങ്ങനെ അത് പോയി. അങ്ങനെ കുറച്ച് എന്റെ കൈ ഞാൻ കൈ പിടിച്ചോണ്ടിരുന്നു കുറെ നേരം. കൈ പിടിച്ചോണ്ട് ഇങ്ങനെ ഇങ്ങനെ എന്തോ ചെയ്തു, ഇങ്ങനെ എന്തോ ചെയ്തു വെച്ചു. എന്തിന്? തോന്നണേ ലാസ്റ്റ് ഇനിയിപ്പോ ഒന്നും പറ്റൂലല്ലോ. അപ്പൊ ആ കൊച്ചിന് ഇഷ്ടം ഉണ്ടായിരുന്നു. ഒന്നും പറഞ്ഞില്ലായിരുന്നു എന്റെ. എന്തെങ്കിലും കാണോ? ഉണ്ടാവാതെ അങ്ങനെ കൈയൊക്കെ പിടിച്ചിരുന്നപ്പോഴത്തേക്ക് ഒന്നും പറയാ. നമ്മളങ്ങനെ ഒന്നും സംസാരിച്ചിട്ടു. ഞാനൊക്കെ ഏതെങ്കിലും നമ്മളെടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കയ്യാൻ ഒന്നും പറഞ്ഞില്ല. എന്റെ അടുത്ത് ഭയങ്കരമായിട്ട് കരയണിരുന്നു. ഒന്നുമില്ല, ഭയങ്കരമായിട്ട് കരയാണ്. അത്രയും നേരം ഗേൾസിൽ ഇവള് മാത്രമേ കരയാതെ ഉള്ളൂ. ബാക്കി എല്ലാരും ഭയങ്കര കഴിച്ചിലും പിടിച്ചില്ലായിരുന്നു. ഇവള് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. എങ്ങനെയൊന്നുമില്ല ഇവിടെ നിങ്ങൾ. ഞാൻ ഇത് പറഞ്ഞ ശേഷം ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ അന്നാ ലാസ്റ്റ് അവളുടെ കുറച്ച് സംസാരിച്ചപ്പോഴാണ് സംസാരിച്ച് കുറച്ച് ഇതൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. അല്ല, ഞാൻ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടാണ് വീണ്ടും ക്ലാസ്സിൽ കയറി. അവന്റെ അടുത്ത് ഞാൻ ക്ലാസ്സിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് വീണ്ടും കയറി. അവന്റെ അടുത്ത് ഞാൻ ഒന്ന് പറഞ്ഞു, യാത്ര ഒന്ന് എന്തെങ്കിലും പറയണമല്ലോ, പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതൊരു കരടായിട്ടിരിക്കും അവിടെ പറഞ്ഞിട്ട് പറഞ്ഞത് ക്ലോസ് ചെയ്തു. അപ്പൊ പെൺപിള്ളേര് മൊത്തം എക്സാം ചെയ്യണം. നമ്മളന്ന് കണ്ടായിരുന്നു കഴിവ് എന്തായിരുന്നു. രണ്ടു ഫ്രണ്ട്സ് പെൺപിള്ളേര് എന്തരായിരുന്നു കയ്യിലൊക്കെ പിടിച്ചിരിക്കുന്ന ഞാൻ എന്തൊരു പറഞ്ഞു. നമ്മളെല്ലാം അറിയുന്നുണ്ട്, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതിനാൽ ലാസ്റ്റ് ആവുമ്പോ പറയണ്ട, കൈ പിടിച്ചോണ്ട് തന്നെ പറയണോ. കൈ പിടിച്ചോണ്ട് പറയുന്നത് സോറി എന്ന് പറഞ്ഞ് അതങ്ങ് ക്ലോസ് ചെയ്ത്. പിന്നെ ഒന്ന് ലാസ്റ്റ് അന്ന് പോയാൽ നേരത്തെ തന്നെ മെസ്സേജ് കണ്ടായിരുന്നു. ടാറ്റ കാണിച്ചു ചിരിച്ച് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് പോയി. പിന്നെ എക്സാം ആയി ഇടയ്ക്ക് കാണുമല്ലോ. പിന്നെ കണ്ടിട്ടുണ്ടോ? പിന്നെ എത്ര കേട്ടോ. പിന്നെ കണ്ടിട്ടുണ്ടോ? പിന്നെ ഈ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല. ഇത് പറയണ്ട്. എന്നിട്ട് 10 എക്സാം കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് എന്തോ സ്കൂളിൽ എന്തോ ആവശ്യത്തിന് വന്നപ്പോ അങ്ങനെ റാൻഡം ആയിട്ട് നടന്നു. എങ്ങനെ കണ്ടു. അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വല്ല ഇനി പറഞ്ഞ ബോറടിക്കും. നിങ്ങൾക്ക് വല്ല ഓൺ സൈഡ് ലവ് അങ്ങനെ ഉണ്ടെങ്കിൽ പോയി പറയാ. അവർ റിജക്ട് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, അടുത്തതിനെ നോക്കുന്നു, വീണ്ടും പോയി പറയാ. വന്താ സുട്ടാ റിപ്പീറ്റ്. അത് എനക്ക് പോവുക. ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. ഓവർ പറഞ്ഞ് ഇവൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ ഓൺ സൈഡ് ലവ് വല്ലതും ഉണ്ടെങ്കിൽ പോയി പറഞ്ഞ് സംസാരിക്കുക, പോയി പ്രപ്പോസ് ചെയ്യുക. റിജക്ട് ചെയ്യുകയാണെങ്കിൽ റിജക്ട് ചെയ്യുക. അങ്ങനെ അങ്ങ് പോട്ടെ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ഗൈസ്.